ലൈനില്ലേ? നജീബ് ദോഫയിൽ ലൈനില്ലേ? കേൾക്കണം. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നു. ഒന്ന് ദുആ ചെയ്തൂടെ? ഓഫീസേ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل بلغ مثل ثواب ما قرأنا من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة وقبولة مرضية منا إلى حضرة روح نبينا وشفينا محمد صلى الله عليه وسلم. ويا حضرات سائر الأنبياء الأولياء العلماء الشهداء والصديقين والصالحين وإلى حضرات أصحاب البدرين والحدير وسائر الصحابة والقرابة كلهم أجمعين. اللهم بحقهم بجاههم يسر عسيرنا وسهل أمورنا وقضي حوائجنا واشف أمراضنا يا شافي الأمراض. اللهم بارك لنا في كل أمورنا خصوصا في أمرنا هذا بركة تامة كما باركت على عبادك الصالحين. اللهم وجهنا للخير، اللهم وجه الخير إلينا يا رب العالمين. اللهم أنت ولينا في الدنيا والآخرة توفنا مسلمين والحقنا بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് കീഴിലുള്ള ഏറ്റവും നൂതനമായൊരു വിദ്യാഭ്യാസ സംരംഭമാണ് സമസ്ത ഇ ലേണിംഗ്. നിങ്ങളെല്ലാവരും കഴിഞ്ഞ 2 വർഷത്തിലധികമായി സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും പത്രമാധ്യമങ്ങൾ മുഖേനയും അറിയുന്ന സമസ്ത ഇ ലേണിംഗ് ഇലക്ട്രോണിക് ഓൺലൈൻ മാധ്യമങ്ങൾ വഴി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട സമസ്ത അതിൻ്റെ വിദ്യാഭ്യാസ ബോർഡ് സംവിധാനിച്ച ഒരു സമിതിയാണ്. അതിന് കീഴിൽ വ്യത്യസ്തങ്ങളായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. ഓൺലൈൻ ഗ്ലോബൽ മദ്രസ ഇന്നലെ സുപ്രഭാതം ഫ്രണ്ട് പേജ് പരസ്യത്തിൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. ഓൺലൈൻ ഗ്ലോബൽ മദ്രസ ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ വഴി മദ്രസ വിദ്യാഭ്യാസം നേടാൻ കഴിയുന്ന ഒരു സംവിധാനമാണ്. അതോടൊപ്പം തന്നെ 18 വയസ്സ് കഴിഞ്ഞ മുതിർന്ന ആളുകൾക്ക് ഓൺലൈൻ വഴി മറ്റു ഇസ്ലാമിക കോഴ്സുകൾ പഠിക്കാനുള്ള സംവിധാനമുണ്ട്. ഓൺഗോയിങ് എഡ്യൂക്കേഷൻ, അതായത് തുടർ വിദ്യാഭ്യാസം. അതോടൊപ്പം സ്മാർട്ട് മദ്രസ, നിലവിലുള്ള മദ്രസകളെ ഡിജിറ്റൽ വൽക്കരിക്കുന്ന പദ്ധതിയുണ്ട്. അങ്ങനെ മുതിർന്നവർക്ക് വിദ്യാഭ്യാസം നൽകുന്ന ഓൺഗോയിങ് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ടാണ് എല്ലാ മാസവും സമസ്ത ഇ ലേണിംഗ് ഇൻഫോ സീരീസ് എന്ന പേരിൽ സൗജന്യ ലൈവ് വെബിനാറുകൾ സംഘടിപ്പിക്കുന്നത്. വളരെ കാലിക പ്രസക്തമായ, സമൂഹത്തിന് ആവശ്യമായ, സമുദായത്തിന് ആവശ്യമായ വിഷയങ്ങളാണ് ഈ വെബിനാറിൽ ഇൻഫോ സീരീസിൽ ചർച്ച ചെയ്യാറുള്ളത്. കഴിഞ്ഞ 3ഓളം ഇൻഫോ സീരീസുകളിൽ ഫാമിലി ഫിനാൻസ്, അതുപോലെ വയോജന പരിചരണം, അതുപോലെ കുട്ടികളുടെ മൊബൈൽ സോഷ്യൽ മീഡിയ ഉപയോഗം തുടങ്ങിയ വ്യത്യസ്ത വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. ഇന്നത്തെ ഇൻഫോ സീരീസിൽ ചർച്ച ചെയ്യുന്നത് വീടും എടുപ്പും എന്ന വളരെ രസകരമായ, ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിൽ ആവശ്യമായ, അവനവന്റെ ജീവിതത്തിൽ 99.9% മനുഷ്യരും അവരവരുടെ ജീവിതത്തിൽ ചെന്നെത്തുന്ന ഒരു സന്ദർഭമാണ് ഇത്. വീടെടുക്കുക, സ്വന്തമായൊരു ഭവനം ഉണ്ടാവുക എന്നുള്ളത് ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹമാണ്. അതോടൊപ്പം ആ വീട് എന്തായിരിക്കണം? വീട് സമാധാനത്തിന്റെ ഗേഹമാണ്, അല്ലെ? ഞാനും നിങ്ങളും എല്ലാവരും വീട്ടിൽ പോകുന്നത് മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ വീട്, അതിൻ്റെ എടുപ്പ്, അതൊക്കെ, അത് ഭൂമി, അതൊക്കെ ഇസ്ലാമിക വശത്തിൽ, അല്ലെങ്കിൽ ഇസ്ലാമിക വിശ്വാസപ്രകാരം ഇസ്ലാമിക കിതാബുകൾ, നമ്മുടെ പണ്ഡിതന്മാർ ഫിഖ്ഹി കിതാബുകളിൽ എന്താണ് അത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് പറയുന്നത് എന്നുള്ളത് പഠിച്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഓൺലൈൻ മറ്റു മാധ്യമങ്ങൾ വഴി വളരെ പിന്നെ നമ്മുടെ വിശ്വാസ ചൂഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്താണ് അത്തരം വിഷയങ്ങളിൽ ഒരു വിശ്വാസി, ഒരു മുസ്ലിം ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് അത്തരം വിഷയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടത്, പഠിക്കേണ്ടത് എന്ന് ആണ് ഇന്നത്തെ വെബിനാർ ചർച്ച ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട ഡോക്ടർ ടി.എ. സാലിം ഫൈളി, എല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായി ഇടപെടുന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അതിൻ്റെ പോഷക ഘടകങ്ങളുടെയൊക്കെ വിവിധ മേഖലകളിൽ
സജീവമായി പ്രവർത്തിക്കുന്ന പണ്ഡിതനാണ് അദ്ദേഹം. വ്യത്യസ്ത വിഷയങ്ങളിൽ പാണ്ഡിത്യമുള്ള മതവിഷയങ്ങളായിക്കോട്ടെ, മറ്റു മെഡിസിൻ, പ്രൊഫറ്റിക് മെഡിസിൻ, അതുപോലെ ഇത്തരം വീട് നിർമ്മാണം, ഇങ്ങനെ വിവിധ മേഖലകളിൽ പാണ്ഡിത്യമുള്ള, കഴിവുള്ള, വിവിധ വർക്ക്ഷോപ്പുകൾ, വിവിധ പ്രോഗ്രാമുകൾ, സ്ഥാപനങ്ങൾ ഒക്കെ നടത്തി വളരെ പ്രഗത്ഭനായ ഒരു വ്യക്തിത്വം, പണ്ഡിത നേതൃത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തെ ആദ്യമായി ഈ വേദിയിലേക്ക്, ഈ ഇൻഫോ സീരീസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹമാണ് ഈ വിഷയം ഇവിടെ ഇന്ന് ആധികാരികമായി സംസാരിക്കുന്നത്. ആമുഖ ഭാഷണം ദീർഘിപ്പിക്കുന്നില്ല, നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അതോടൊപ്പം ഇന്നത്തെ ഇൻഫോ സീരീസിൽ ഇവിടെ ശ്രവിക്കാനെത്തിയ മുഴുവൻ ആളുകൾക്കും ഹൃദ്യമായ സ്വാഗതം, സമസ്ത ഇ-ലേണിംഗിന്റെ പേരിൽ ഹൃദ്യമായ സ്വാഗതം അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഡോക്ടർ ടി എ സാലിം ഫൈലി ഉസ്താദ് അവറുകളെ ആദരപൂർവ്വം വിഷയാവതരണത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം. കേൾക്കാം. ഒന്ന് വീഡിയോ, ക്യാമറ ഒന്ന് നേരെയാക്കിയാലും. ക്യാമറ ഇപ്പോഴോ? കുറച്ചുകൂടി ശരിയാവും. കുറച്ചും കൂടി പൊന്താനുണ്ട്. കുറച്ചുകൂടി. ഇപ്പൊ നെറ്റ് കാണാം, തലയെക്കെട്ട് കാണുന്നില്ല. നെറ്റ് കാണാം. ശരിയായി, ഏകദേശം ശരിയായി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിൽ നിന്ന് ഈ വിഷയത്തെക്കുറിച്ചുള്ള സംസാരം ആരംഭിക്കാമെന്ന് തോന്നുകയാണ്. ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസ് മജ്മുഉ സവാഇദിലാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. മറ്റു കിതാബുകളിലും കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അർബഉ മിനസ് സഅദത്തി, 4 കാര്യങ്ങൾ വിജയത്തിൽപ്പെട്ടതാണ്. അൽ മർഅതു സ്വാലിഹ, ഒന്ന് സ്വാലിഹത്തായ ഭാര്യ, വൽ മസ്കനുൽ വാസി, 2 വിശാലമായ വീട്, വൽ ജാറു സ്വാലിഹ്, സ്വാലിഹായ അയൽവാസി, വൽ മർക്കബുൽ ഹനി, ആനന്ദകരമായ വാഹനം, വ അർബഉ മിനശ് ശഖാവത്തി, 4 പരാജയത്തിൽപ്പെട്ടതാണ്. അൽ ജാറുസ്സു, ഒന്ന് ചീത്ത അയൽവാസി, വൽ മർഅത്തുസ്സു, ചീത്ത ഭാര്യ, വൽ മസ്കനുൽ ലയ്യിക്, ഇടുങ്ങിയ വീട്, മർക്കബുസ്സു, ചീത്തയായ വാഹനം. ഇതേ ആശയത്തിൽ നിരവധി ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ 4 കാര്യങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. 4 കാര്യങ്ങൾ ഒരുമിച്ച് പറഞ്ഞാൽ ആ 4 കാര്യങ്ങൾ പരസ്പരം ബന്ധം ഉണ്ടായിരിക്കണം എന്നാണ്. തത്തുല്യമായ ഹദീസ് വേറെയുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അർബഇ മിൻ ഖൽബിൻ ലാ യഖ്ശഉ വമിൻ നഫ്സിൻ ലാ തശ്ബഉ എന്നൊക്കെ തുടങ്ങുന്ന ഹദീസുകൾ. പിന്നെ ലിസ്വാഇമി ഫറഹത്താനി, ഫറഹത്തുൻ ഇൻദ ഫിത്രിഹി വ ഫറഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി. 2 കാര്യങ്ങൾ ചേർത്ത് പറഞ്ഞാൽ ആ 2 കാര്യങ്ങളും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടായിരിക്കണം. 4 കാര്യങ്ങൾ ചേർത്ത് പറഞ്ഞാൽ 4 കാര്യങ്ങൾ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടായിരിക്കണം. ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങൾ പരസ്പരം ചേർക്കാൻ പാടില്ല എന്നാണ് നിയമം. അതുകൊണ്ട് തന്നെ ഈ 4 കാര്യങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു, ഒന്നിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇതിൽ നമ്മൾ ഇന്ന് ചർച്ചക്കെടുക്കുന്ന വിഷയമാണ് മസ്കനുൽ വാസി എന്ന് പറയുന്ന വിശാലമായ വീട്. വിശാലമായ വീട് എന്ന് പറഞ്ഞാൽ വിശാലതയെ തോന്നിപ്പിക്കുകയും വിശാലതയെ ഫീൽ ചെയ്യിക്കുകയും ചെയ്യുന്ന വീട് എന്നതാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ സാധാരണ പറയാറുണ്ട്, പൊന്നും വിലക്കെടുത്ത വീടാണ്, അല്ലെങ്കിൽ പൊന്നും വിലക്ക് വാങ്ങിയിട്ടുള്ള സ്ഥലമാണ് എന്നൊക്കെ പറയും. ശരിക്ക് ഒരു സ്ഥലത്തിൻ്റെ നിലവാരം, അതിൻ്റെ മാർക്കറ്റ് എന്നിവ കണക്കാക്കുന്നത് എന്തിനെ ആശ്രയിച്ചാണ് എന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആശ്രയം എന്ന് പറയുന്നത് അയൽവാസിയെ ആശ്രയിച്ചുകൊണ്ടാണ് വീട് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റ് നിലകൊള്ളുന്നത് എന്നതാണ്. ഞാനിങ്ങനെ ചുരുക്കി വിഷയങ്ങളിലൂടെ അങ്ങനെ ഓടിച്ചോടിച്ച് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. വിശദ പഠനങ്ങൾക്ക് ആവശ്യമായ റഫറൻസിനെ കുറിച്ച് ഞാൻ അവസാനം സംസാരിക്കുകയും ചെയ്യും. അതിനു മുമ്പ് ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട് എന്നൊന്നുകൂടി ഉറപ്പുവരുത്തട്ടെ. ഒന്ന് രണ്ടാൾ പ്രതികരിച്ചാൽ നന്നായി. കേൾക്കാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്.
ആദ്യമായി നമ്മളൊരു വീട് നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിനുപയോഗിക്കുന്ന പണമാണ്. വീട് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പണത്തെ ഡെഡ് മണി എന്നാണ് പറയുക. അതായത് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത പൈസ എന്നർത്ഥം. ഒരു സ്ഥലത്തൊരു വീടുണ്ടാക്കി, അവര് ആ വീടും ആ സ്ഥലവും കൂടി ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ സ്ഥലത്തിനെ വില കാണുള്ളൂ, വീടിന് വില കാണൂല എന്നുള്ളതാണ്. അങ്ങനെ വീടിന് വേണ്ടി ചെലവഴിക്കുന്ന ആ പണത്തെ ഡെഡ് മണി, നഷ്ടപ്പെട്ടു പോയ പൈസ എന്നാണ് സാധാരണയായി പറയാറുള്ളത്. സത്യത്തിൽ അത് നഷ്ടപ്പെടുകയല്ല, ആ പണത്തിന്റെ ഗുണമനുസരിച്ചാണ് വീടിന്റെ എല്ലാ ഗുണങ്ങളും നിലകൊള്ളുന്നത് എന്നതാണ്. ഏറ്റവും പരിശുദ്ധമായ നല്ല പൈസയായിരിക്കണം വീടിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നതാണ്. മനപ്പൊരുത്തമില്ലാത്ത പണം, അതുപോലെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് വാങ്ങിയ പണം, അതുപോലെ പലിശയുടെ ഇടപാടുകളൊക്കെ നടത്തിയിട്ടുണ്ടാക്കിയ പണം, അങ്ങനെയുള്ള പണങ്ങളെ കൊണ്ടൊക്കെ വീടുണ്ടാക്കിയാൽ സ്വാഭാവികമായും അതിലെ താമസക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്നത് വളരെ തീർച്ചയായ കാര്യമാണ്. അപ്പോൾ ഒന്നാമത്തെ ഭാഗം എന്ത് പണമാണ് അതിനു വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത് എന്നതാണ്. വിശദമായി കുറെ കാര്യങ്ങൾ അതിൽ പറയേണ്ടതുണ്ട്. അത് മാത്രം പറയുമ്പോൾ നമ്മളെ സമയം തീർന്നു പോകും എന്നൊരു ആശങ്കയും എനിക്കുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം സ്ഥലം കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ ഒന്നാം ഭാഗം എന്ന് പറയുന്നത് നമ്മൾ വീട് നിർമ്മിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന നാടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഭൂമിയിൽ ഏറ്റവും നല്ല നാട് മദീനയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അഫ്ദലു തുർബത്തുൽ അർളി തുർബത്തുൽ മദീന. ഒരു നാടിന്റെ നന്മ എങ്ങനെയാണ് വന്നു ചേരുന്നത് എന്ന് പരിശോധിച്ചാൽ, ഒന്നുകിൽ ആ നാട്ടിൽ നിലവിൽ മുമ്പ് ജീവിച്ചു മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ആ നാട്ടില് ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, ഇങ്ങനെ ആളുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരു നാടിന്റെ നന്മയും തിന്മയും നിലകൊള്ളുന്നത് എന്നതാണ്. മദീനയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാഹി ഇന്നക ലഖൈറു അർളില്ലാഹ് എന്ന് പറഞ്ഞതായിട്ട് കാണും. അള്ളാഹു ആണ് നേര്, മദീന നീ ഭൂമിയിലെ ഏറ്റവും നല്ല വീട്, നല്ല സ്ഥലമാണ്, ഖൈറായ ഭൂമിയാണ് എന്നൊക്കെ പറഞ്ഞതായി കാണും. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ അൽ ഹിക്മത്തു ഫി മഖ്ലൂഖാത്തില്ലാഹി അസ്സ വജല്ല എന്ന റിസാലയിലാണ് ഇതുമായി ബന്ധപ്പെട്ട വളരെ വിശദമായ പഠനങ്ങൾ നടക്കുന്നത്. ഭൂമി എന്ന് പറയുന്നത് 5 കാര്യങ്ങൾ അതിൽ പറയണം. ഒന്ന്, ഭൂമിയുടെ പ്രകൃതം വളരെ പ്രധാനപ്പെട്ടതാണ്. ഭൂമി പൊതുവെ ബാരിദത്തുൻ യാബിസത്താണ്, അതായത് തണുത്ത് ഉറച്ചതാണ് ഭൂമിയുടെ പ്രകൃതം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, കല്ലുകളുള്ള ഭൂമി വീട് വെക്കാനോ കൃഷി ചെയ്യാനോ ഉപയുക്തമല്ല എന്നതാണ്. അപ്പൊ കല്ല് കുറഞ്ഞ ഭൂമി ആയിരിക്കണം എന്നതാണ് രണ്ടാമത്തെ ഒരു കാര്യം. മൂന്നാമത്തെ ഒരു കാര്യം, വടക്കൻ കാറ്റ് ഉയർന്ന സ്ഥലത്ത് പതിക്കുന്ന രീതിയിലാണ് ഭൂമിയുടെ ക്രമീകരണമുള്ളത്. അതുകൊണ്ട് വടക്ക് ഭാഗം ഉയർന്നു നിൽക്കുന്നത് നല്ലതാണ് എന്ന് ഇതുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നാലാമത്തെ ഒരു കാര്യം, ഒരുപാട് ഉപകാരങ്ങൾക്ക് വേണ്ടിയാണ് മലകൾ നിലകൊള്ളുന്നത് എന്നതാണ്. അപ്പൊ നമ്മളൊരു വീടുണ്ടാക്കുമ്പോൾ കുന്നുകളോടും മലയോടുമുള്ള സമീപനം എന്താണ് എന്നതിനനുസരിച്ചാണ് അതിലെ ഗുണദോഷങ്ങൾ നിലകൊള്ളുന്നത് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ലഅനല്ലാഹു മൻ ഗയ്യറ തുഖൂമൽ അർള് എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. പരിതസ്ഥിതിയെ താറാക്കുന്നവൻ അല്ലാഹുവിന്റെ ശാപം ഉണ്ടായിരിക്കും എന്ന്. വിശദീകരിക്കേണ്ട, പ്രത്യേകിച്ച് JCB ഒക്കെ ഉള്ള കാലഘട്ടത്തിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഭൂമിയുടെ പരിതസ്ഥിതിയെ താറുമാറാക്കാതിരിക്കണം. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിൽ പരിഗണിക്കുക. ഒന്ന്, സ്വാലിഹ്യങ്ങൾ താമസിച്ചിരുന്ന നാടിനെയാണ് നല്ല നാട് എന്ന് പറയുന്നത്. അതിന്റെ ഉദാഹരണമാണ് 100 ആളെ കൊന്ന ആള് തൗബ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സാലിഹായ ഒരു മനുഷ്യൻ അയാളോട് നിർദ്ദേശിക്കുന്നത് ആദ്യം ആളെ കൊന്നു. ഒരാൾ ആലിമിന്റെ അടുത്ത് ചെന്ന് ചോദിച്ചപ്പോൾ തൗബ ഇല്ല എന്ന് പറഞ്ഞു. അയാളെയും കൂടി ചെന്ന് 100 കൊന്നുകണ്ട് 100 ആക്കി. താരീഖ് എല്ലാവർക്കും അറിയണതാണ്, ഞാൻ വിശദീകരിക്കണില്ല. പിന്നെ വേറൊരാളെടുത്ത് ചെന്നു, 100 ആളെ കൊന്നിട്ട് ഒരാളെടുത്ത് ചെന്നു, തൗബ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിന് സ്വാലിഹ്യങ്ങൾ താമസിക്കുന്ന നാട്ടിലേക്ക് പോകാൻ വേണ്ടി നിർദ്ദേശിക്കുകയാണ് ചെയ്യുന്നത്. ഈ കഥ എല്ലാവർക്കും അറിയാം. അപ്പൊ ഏറ്റവും നല്ല നാട് സ്വാലിഹ്യങ്ങൾ താമസിക്കുന്നതോ നേരത്തെ താമസിച്ചിട്ടുള്ളതോ ആയ നാടാണ് എന്ന് വരും. പിന്നെ രണ്ടാമത്തെ ശിക്ഷ ഇറങ്ങിയ നാടാണ്, ആ നാട് ഉപേക്ഷിക്കേണ്ടതാണ് എന്ന് വരും. പിന്നെ മൂന്നാമത്തെ പിശാചിന്റെ വാസസ്ഥലമായി അറിയപ്പെടുന്ന സ്ഥലം, ആ സ്ഥലം ഉപേക്ഷിക്കേണ്ടതാണെന്ന് വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും യുദ്ധത്തിന് പോയി മടങ്ങി വരുന്ന സമയത്ത് ഉറക്കിൽപ്പെട്ട് നിസ്കാരത്തിന് സമയം വൈകുകയും ഈ ഭൂമിയിൽ പിശാചുണ്ട്, നമുക്ക് ഇവിടെ നിന്ന് വേഗം പോകാമെന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയതുമൊക്കെയാണ് അതിന്റെ പഠനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടത്. ഇസ്ലാമിൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ധാരാളം ഭൂമിശാസ്ത്രജ്ഞന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. വെറുതെ ഞാനിങ്ങനെ ഒന്ന് അറിവിലേക്ക് വേണ്ടി ജസ്റ്റ് വായിച്ചു പോകും. ഒന്ന് ഇബ്നു റളിയല്ലാഹു അൻഹു, രണ്ടാമത്തേത് ഖുദാമത്ത് ബിൻ ജഅഫർ ആണ്, മൂന്നാമത്തേത് അബു ഇസ്ഹാഖ് അൽ ഫാരിസിയാണ്,
4 അൽ മുഖദ്ദസി എന്ന് പറയുന്ന അൽ മഖ്ദസി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനവറുകളാണ്. യാക്കൂത്ത് ബിൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹു ആണ് 5-ാമത്തേത്. 6-ാമത്തേത് ഇബ്നുൽ ഫഖീഹാണ്. 7-ാമത്തേത് ഇബ്നു റസ്തിഹിയാണ്. 8-ാമത്തേത് ഇബ്നു ഹായിഖ് ആണ്. 9-ാമത്തേത് അബൂ സയ്യിദുൽ ബൽഖിയാണ്. 10-ാമത്തേത് ഇബ്നു സറാബിയൂൻ ആണ്. ഇങ്ങനെ 10 ഭൂമിശാസ്ത്രജ്ഞന്മാർ ഇസ്ലാമിക രംഗത്ത് അറിയപ്പെട്ടവരായിട്ടുണ്ട് എന്നതാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഒരു കാര്യം, നമ്മൾ വീട് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്ഥലം ഏതാണ്, നാട് ഏതാണ് എന്നത് ആണ് പ്രധാനം. ഇനി അതിൽ തന്നെ പെട്ട രണ്ടാമത്തത്, ഞാനിപ്പോൾ ആദ്യം പറഞ്ഞത് പിന്നെ വീട് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പണത്തെ കുറിച്ചാണ്, മനഃപൂർവ്വമാണ് വല്ലാതെ വിശദീകരിക്കാതിരുന്നത്. രണ്ടാമത്തത് വീട് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്ഥലത്തെ, അതിൽ ഒന്നാം ഭാഗമാണ് വീട് വെക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കുന്ന നാട്. ഒരു നാടിന് പൊതുവെ ഒരു സ്വഭാവം ഉണ്ടാവുമെന്നാണ്. ഇപ്പോൾ കൊച്ചിയിലുള്ള ആളുകൾക്ക് പൊതുവായിട്ടൊരു സ്വഭാവം ഉണ്ടാവും, മലപ്പുറത്തുകാർക്ക് പൊതുവായൊരു സ്വഭാവം ഉണ്ടാവും, കോഴിക്കോട്ടുകാർക്ക് പൊതുവായൊരു സ്വഭാവം ഉണ്ടാവും, വയനാട്ടുകാർക്ക് പൊതുവെ കാടുമായി ബന്ധപ്പെട്ട ഒരു സ്വഭാവം ഉണ്ടാവും, പരപ്പനങ്ങാടിക്ക് പൊതുവെ കടലുമായി ബന്ധപ്പെട്ട ഒരു സ്വഭാവം ഉണ്ടാവും. ഇങ്ങനെ നാടുകൾക്ക് പൊതുവായിട്ടുള്ള ചില സ്വഭാവങ്ങൾ ഉണ്ടാവും. അപ്പൊ നല്ല സ്വഭാവമുള്ള ആളുകൾ താമസിക്കുന്ന നാട്, ഇങ്ങനെ നാടാണ് ഒന്നാമത്തേത്. ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞു, ഭൂമിയിലെ ഏറ്റവും നല്ല നാട് മദീനയാകുന്നു എന്ന് പറഞ്ഞു. അതിൽ തന്നെ പെട്ട രണ്ടാമത്തെ ഒന്നാണ് വീടിനുള്ള സ്ഥാനം നിർണയിക്കുക എന്ന് പറയുന്നത്. സൂറത്ത് യൂനുസിന്റെ 87-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വഔഹൈന ഇലാ മൂസ വ അഖീഹി അൻ തബവ്വഅ ലിഖൗമികുമാ ബിമിസ്ര ബുയൂതൻ വജഅലൂ ബുയൂതകും ഖിബ്ല വഅഖീമുസ്സലാഹ വബശ്ശിരിൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞതിലെ തബവ്വുൽ ബുയൂത്ത് എന്ന് പറഞ്ഞാൽ വീടിന് പ്ലാൻ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടും, വജഅലൂ ബുയൂതകും ഖിബ്ല എന്ന് പറയുന്നത് വീടിന്റെ ദർശനവും അതായത് മുൻഭാഗവുമായി ബന്ധപ്പെട്ടതും ആണ് എന്ന് കാണാൻ വേണ്ടി പറ്റും. തബഖാത്ത് ഇബ്നു സഅദില് മദീനയിലെ സ്ഥലം അളന്നു കൊടുത്തപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് വീട് നിർമ്മിക്കാനുള്ള സ്ഥലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി കാണിച്ചു കൊടുത്തു എന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന് സ്ഥാനനിർണയം നടത്തുക എന്നൊരു കാര്യം വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട് വെക്കാൻ ആവശ്യമായ സ്ഥലങ്ങൾ നിരീക്ഷിച്ച് കണ്ടെത്തി പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു എന്ന ഹദീസ് മഹാനായ ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് സൂക്ഷിക്കേണ്ടത്. ഒന്ന് മതപരമായ വിഷയങ്ങളാണ്, രണ്ടാമത്തേത് ഭൂമിശാസ്ത്രപരമായ വിഷയങ്ങളാണ്, മൂന്നാമത്തേത് പ്രകൃതി ശാസ്ത്രപരമായ വിഷയങ്ങളാണ്. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൽ നോക്കണം. പിന്നെ ഇതില് ഏറ്റവും അടിസ്ഥാനപരമായി 3 കാര്യങ്ങൾ. ഒന്ന്, അദാബ് ഇറങ്ങിയ സ്ഥലം ഒഴിവാക്കണം എന്നാണ്. ഖദ് മക്കറല്ലദീന കഫറു എന്ന വചനത്തിന്റെ വിശദീകരണത്തിൽ ഫത്ഹുൽ ബാരി ഈ വിഷയം വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. മൽഊനായ സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കരുത് എന്ന് പറഞ്ഞതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് അതുള്ളത്. അദാബ് ഇറങ്ങിയിട്ടുള്ള ഭൂമി, ലോകത്ത് അദാബ് ഇറങ്ങിയ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനത്തെ സ്ഥലത്ത് കൂടുതൽ നിൽക്കുന്നതും അനുകൂലമല്ല, നല്ലതല്ല എന്നാണ്. ഇപ്പോൾ ചാവുകടലിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അത് പറയാറുണ്ട്, കൂടുതൽ സമയം അവിടെ നിന്നും ചെലവഴിക്കുന്നത് നല്ലതല്ലെന്ന്. അദാബ് ഇറങ്ങിയ സ്ഥലമാണ് എന്നതാണ് അതിൻ്റെ ഒരു കാരണം. രണ്ടാമത്തൊന്ന്, ദുർമരണങ്ങൾ നടന്ന സ്ഥലമാണ്. കൊലപാതകം, ആത്മഹത്യ തുടങ്ങിയ സംഗതികളാണ് ദുർമരണങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. മൂന്നാമത്തേത് പ്രേതഭൂമിയാണ്, പിശാചുകൾ അധിവസിക്കുന്ന ഭൂമി എന്നതാണ് പ്രേതഭൂമി കൊണ്ട് ഉദ്ദേശിച്ചത്. നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധം കഴിഞ്ഞുകൊണ്ട് മടങ്ങി വരുന്ന സമയത്ത് വിളിച്ചുണർത്താൻ, സുബഹിക്ക് വിളിച്ചുണർത്താൻ വേണ്ടി അലി റളിയല്ലാഹു അൻഹു ഒട്ടകത്തിന്റെ കട്ടിലേക്ക് ഇങ്ങനെ ചാരിയിരുന്നു, അറിയാതെ ഉറങ്ങിപ്പോയി. സുബഹിയുടെ സമയം കഴിഞ്ഞതിന് ശേഷമാണ് അലി റളിയല്ലാഹു അൻഹു ഉണർന്നത്. വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞപ്പോൾ ഇത് പിശാചുകൾ അധിവസിക്കുന്ന ഭൂമിയാണെന്നും നമുക്കിവിടെ നിന്ന് വേഗത്തിൽ പോകാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് അവർ വേഗം സഞ്ചരിക്കുകയും ദൂരം ചെന്നതിന് ശേഷമാണ് പിന്നെ നിസ്കാരമുണ്ടായത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ദീർഘമായ താരീഖിൽ നിന്നാണ് ഈ പ്രേതഭൂമി അഥവാ പിശാചുകൾ അധിവസിക്കുന്ന ഭൂമി എന്നൊരു ഭൂമി ഉണ്ടെന്നും അവിടെ വീട് വെക്കുന്നത് നല്ലതല്ലെന്നുമുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി കഴിയുന്നത്. അപ്പൊ സ്ഥാനനിർണയത്തിൽ പിന്നെ വേണ്ട എന്താ വെച്ചാല് ഭൂമിയുടെ ലക്ഷണങ്ങൾ നോക്കുക എന്നതാണ്. അതിൽ ഒന്നാമത്തെ കാര്യം മണ്ണ് സമമായ ഭൂമി, അതായത് ഒരു കുഴി എടുത്തിട്ട് ആ മണ്ണ് ആ കുഴിയിലേക്ക് തന്നെ എങ്കിൽ സമമായി വരുന്നതാണ് മണ്ണ് സമമായ ഭൂമി എന്ന് പറയുന്നത്. രണ്ടാമത്തതൊന്ന് പെൻഡുലം പറയുന്ന ഭൂമി എന്നാണ്. അതായത് പെൻഡുലം എന്ന് പറഞ്ഞത് ഒരു ടെക്നിക്കാണ്. മനുഷ്യന്റെ മനസ്സിനിണങ്ങുന്നതെന്നാണ് അതിൻ്റെ ഒരു ഉദ്ദേശം.
മൂന്നാമത്തേത് മനുഷ്യനും അതുപോലെ മൃഗങ്ങളും താമസിക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുന്ന ഭൂമി എന്നാണ്. റാഹത്തുള്ള സ്ഥലം എന്നാണ് അതിന് പറയുന്നത്. അതായത് ഇപ്പോൾ കുറെ കാര്യങ്ങൾ പറയലുണ്ട്. പൂച്ച വിശ്രമിക്കുന്ന സ്ഥലം, അതുമാതിരി പശു, മൂരി, എരുമ തുടങ്ങിയ സാധനങ്ങൾ പുല്ലൊക്കെ തിന്നതിന് ശേഷം അയവിറക്കാൻ വേണ്ടി കിടക്കുന്ന സ്ഥലം, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ, അതൊക്കെയാണ് ഈ പിന്നെ മനുഷ്യന് മനസ്സിനിണങ്ങുന്ന സ്ഥലം എന്ന് പറഞ്ഞത്. നാലാമത്തത് ഫലപുഷ്ടിയുള്ള വൃക്ഷങ്ങൾ നിൽക്കുന്ന ഭൂമിയാണ്. പിന്നെ അതിൽ മരങ്ങളെ കുറിച്ച് പറയുമ്പോൾ പിന്നെ മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട്, ശേഷം വരുന്നു. പിന്നെ ഒന്ന് ജലലഭ്യതയുള്ള ഭൂമിയാണ്. എന്തില്ലെങ്കിലും വെള്ളമില്ലെങ്കിലും വലിയ പ്രശ്നമാണല്ലോ, അതുകൊണ്ട് വെള്ളമുള്ള ഭൂമി. ആറാമത്തേത് ശീതോഷ്ണ തുല്യതയുള്ള ഭൂമിയാണ്, ചൂടും തണുപ്പും ഒരുപോലെയുള്ള സ്ഥലം. ഏഴാമത്തേത് നടക്കുമ്പോൾ മുഴക്കമുള്ള ഭൂമി. പിന്നെ മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന മണ്ണിൽ നിന്ന് മനുഷ്യനെ പടച്ചു എന്നതിന്റെ വിശദീകരണത്തിൽ നിന്നൊക്കെയാണ് ആശയം എടുത്തിട്ടുള്ളത്. എട്ടാമത്തത് വിത്തിട്ടാൽ വേഗത്തിൽ മുളക്കുന്ന ഭൂമി എന്നതാണ്. ഈ പിന്നെ മഴയില്ലാതെയാവുമ്പോൾ കായ്ക്കനികൾ ഉണങ്ങിപ്പോകും, പിന്നീട് മഴ വർഷിക്കുമ്പോൾ മരിച്ചു കിടക്കുന്നതിനെ ഹയാത്താക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആയത്തുകളിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരാശയമാണ് വിത്തിട്ടാൽ മുളക്കുന്ന ഭൂമി എന്നത്. ഇങ്ങനെ 8 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതിൽ നോക്കേണ്ടത്. ക്രമപ്രകാരം പിന്നെ 8 ഉണ്ടാവണം എന്നല്ല, 8ൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ എവിടെയാണ് യോജിച്ചു വരുന്നത് ആ സ്ഥലം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ 2-3 സ്ഥലങ്ങൾ ഉണ്ടെങ്കിലും പുതുതായി സ്ഥലം വാങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിലൊക്കെയാണ് ഈ പറഞ്ഞത് പ്രായോഗികമാവുള്ളൂ. ഉള്ള സ്ഥലത്ത് വീട് വെക്കാൻ ഒരാൾ തീരുമാനം എടുത്താൽ അതിലിപ്പോ ഈ പറഞ്ഞതൊന്നും പ്രായോഗികമായിക്കൊള്ളണം എന്നില്ല. പ്രായോഗികതയെ എല്ലാവരും ആലോചിച്ചുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നല്ലതല്ലാത്ത കുറച്ച് സ്ഥലങ്ങളെ കുറിച്ച് പറയേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തേത് മനുഷ്യനെ അടക്കം ചെയ്തിട്ടുള്ള ഭൂമിയാണ്. വലക്കത് കറംനാ ബനി ആദമ എന്ന ആയത്തിനെതിരാകും എന്നതാണ്. മനുഷ്യനെ അടക്കം ചെയ്ത ഭൂമി വീട് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം. അതായത് മക്ബറയില് ചുടലകള്, അങ്ങനെയുള്ള സ്ഥലങ്ങള് ഏത് മനുഷ്യനാണെങ്കിലും എല്ലാ മനുഷ്യനെയും ആണ് വലക്കത് കറംനാ ബനി ആദമ കൊണ്ട് ഉദ്ദേശിച്ചത് എന്നാണ് പ്രാഥമികമായ അർത്ഥം. അപ്പോ പിന്നെ അത് രണ്ടാമത്തത് എല്ല്, അതുപോലെ ചെതല്, പൂഴി, ഉമി, കരി, മുടി തുടങ്ങിയ സാധനങ്ങളൊക്കെ കൂടുതലായി കാണുന്ന സ്ഥലം. അവിടെ നെഗറ്റീവ് ഊർജം കൂടുതൽ ഉണ്ടായിരിക്കും എന്നതാണ് അതിന്റെ കാരണം. മൂന്നാമത്തത് പിശാചിന്റെ സഞ്ചാരമുള്ളതായി അറിയപ്പെട്ടിട്ടുള്ള സ്ഥലം. നാലാമത്തേത് ചില ക്ഷേത്രങ്ങളുടെ അടുത്ത്, എല്ലാ ക്ഷേത്രവും പ്രശ്നമൊന്നുമില്ല, ചില ക്ഷേത്രങ്ങളുടെ അടുത്ത് പിന്നെ ഈ അതിലെ പ്രതിഷ്ഠകൾക്കനുസരിച്ചാണ് അതിന്റെ ഗുണദോഷങ്ങൾ വരുന്നത്. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ. പിന്നെ ഞാനിലുള്ള ഒരു കാര്യം പിന്നെ ഭൂമിയുടെ ലക്ഷണങ്ങൾ, ഔസാഫുൽ അർള് വഅഖാലിമുൽ അർള് എന്ന് പറയുന്നതാണ്. അതിൽ ഞാൻ ഒന്ന് പ്രദേശത്തെ കുറിച്ച് പറഞ്ഞു. മറ്റൊരു കാര്യം യഹ്യ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, ഖാല റസൂൽ അഖ്ബറനി മൻ സമിഅ ഖുൽതു യാ റസൂലല്ലാഹ് അർളുൻ ഇൻദനാ യുഖാലു ലഹാ അബിയൻ. അബിയൻ എന്ന പേരായ ഒരു ഭൂമി ഞങ്ങൾക്കുണ്ട്. വഹിയ അർളുൻ റീഖുന വ മീറാസുന വ ഇന്നഹ വബഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചതാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾക്കൊരു ഭൂമിയുണ്ട്, അബിയൻ എന്നാണ് അതിന്റെ പേര്. വഹിയ അറുദു റീഖിന, അത് ഞങ്ങളുടെ ഭക്ഷണം, ഞങ്ങളുടെ ഒജീനം ആ ഭൂമിയിലാണുള്ളത്. മീറാസിന, ഞങ്ങളുടെ കൃഷികളും അതിലാണുള്ളത്. പക്ഷെ ഇന്നഹ വബഅ, അത് ഒരു രോഗം ഉണ്ടാക്കുന്ന സ്ഥലമാണ്, അവിടെ താമസിച്ചാൽ രോഗം ഉണ്ടാവും എന്ന് പറഞ്ഞു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദഹ, ആ സ്ഥലം ഒഴിവാക്കുക. ഫഇന്ന മിനൽ എന്തോ പ്രശ്നമില്ലല്ലോ, കേൾക്കണ്ടല്ലോ അല്ലെ? കേൾക്കാം. അത് അഡ്മിറ്റ് പുതിയ തീർച്ചയായും ചില രോഗത്തിൽ നാശം ഉണ്ട് എന്ന് പറഞ്ഞതായി കാണും. ഈ ഹദീസ് ഇമാം അബൂദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇത് മിഷ്കാത്തിന്റെ ഹാഷിയായ മിർഖാത്തിൽ 4590 എന്നൊരു നമ്പർ ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ആ നമ്പർ ഒരു പക്ഷേ ഞാൻ എഴുതിയ സമയത്തോ അല്ലെങ്കിൽ പകർത്തി എഴുതിയ സമയത്തോ ഒക്കെ നമ്പറുകൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ നെറ്റിലൊക്കെ അടിച്ചു നോക്കിയാൽ കിട്ടും. ഇവിടെ
അബൂദാവൂദ് റളിയല്ലാഹു അൻഹു ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിക്കുന്നത് വീടിന്റെ ലക്ഷണത്തെ കുറിച്ചാണ്. ഇതുപോലെ നബി തങ്ങളോട് കുതിരയുടെ ലക്ഷണങ്ങളെ കുറിച്ചും ആളുകൾ ചോദിച്ചിട്ടുണ്ട്. കമ്മിൻ ദാരിൻ സക്കനഹ ഖൗമുൻ ഫഹലകു, എത്ര വീടുകളാണ് അതിൽ താമസിച്ചത് കാരണം ആളുകൾ നശിച്ചു പോയത്. സുമ്മ സക്കനഹ ആഖറൂന ഫഹലകു, പിന്നെ അതിൽ വേറെ ആളുകൾ താമസിച്ചു, അവരും നശിച്ചു പോയി. ഇങ്ങനെ ഒരു സംഭവം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് മഹാനായ സയ്യിദുനാ അബൂദാവൂദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയും വിശദീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഈ ഭൂമിയുടെ ലക്ഷണങ്ങൾ നോക്കണം എന്ന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. ഈ ഭൂമിയുടെ ലക്ഷണങ്ങൾ നോക്കുമ്പോൾ അൻവാഉൽ അർള്, ഭൂമിയുടെ ഇനങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഭൂമി സമചതുരമായ ഭൂമിയാണ്. അത് പറയേണ്ടത് ആവശ്യമില്ലല്ലോ, സംഗതി അങ്ങനെ തന്നെയാണ് വരിക എന്നുള്ളത്. അതിന് രണ്ടാം സ്ഥാനത്ത് വരുന്നതാണ് ദിക്കിനാധാരമായ ദീർഘചതുരമുള്ള ഭൂമി. വടക്കും കിഴക്കും തെക്കും പടിഞ്ഞാറൊക്കെ ഒരേപോലെ നിൽക്കുന്ന ദീർഘചതുരം. അപ്പൊ ഒന്നാം സ്ഥാനത്ത് സമചതുരമാണ്, രണ്ടാം സ്ഥാനത്ത് ദീർഘചതുരമാണ്. ദിക്കിന് അടിസ്ഥാനപ്പെടുത്തി നിൽക്കുന്നതാണ് യഥാർത്ഥത്തിൽ സ്ഥാനമുള്ളത്. അതായത് തെക്ക് കിഴക്ക് പടിഞ്ഞാറ് തുടങ്ങിയ വശങ്ങൾ ശരിയായി നിൽക്കുന്ന ഭൂമിയാണ് ഏറ്റവും നല്ലത്. പിന്നെ തറക്ക് ചെലവ് കുറയുന്ന ഭൂമി നല്ലതാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെയാണ് നോക്കേണ്ടത്. പിന്നെ ഉയർച്ച താഴ്ച എന്നിവയെ നോക്കിയിട്ടും ഭൂമിയുടെ ലക്ഷണങ്ങൾ നോക്കുന്നുണ്ട്. അബൂ ഉസ്മാൻ നഹവി എന്നവരുടെ കിതാബുൽ അർളി വൽ മിയാ വൽ ബിഹാർ എന്ന ഗ്രന്ഥമാണ് ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നത്. മഹാനവറുകൾ ഹിജ്റ 220 വഫാത്തായ ആളാണ്. സൂര്യപ്രകാശം, നീരൊഴുക്ക്, വായുസഞ്ചാരം എന്നിവ നടക്കുന്നതിനനുസരിച്ച് ഭൂമിയുടെ ഉയർച്ച താഴ്ചകളെ 18 ഇനമായി തിരിച്ചിട്ടുണ്ട്. ആ 18 ഇനങ്ങളും പറയുക എന്നുള്ളത് ഇപ്പോൾ പ്രായോഗികമല്ല. എന്തായാലും പൊതുവെ അതിൽ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. സൂര്യപ്രകാശം, നീരൊഴുക്ക്, വായുസഞ്ചാരം എന്നിവ കൃത്യമായിട്ട് ലഭിക്കുന്നത് എന്നതാണ് പ്രധാനമായിട്ടും അതിലുള്ളത്. ഈ ചില ഭൂമികൾ അശുഭ ഭൂമിയായിട്ട്, അതായത് നല്ല ലക്ഷണങ്ങൾ ഇല്ലാത്തതായിട്ട് പറയുന്നുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ പറയാം. അതായത് പ്രധാനമായും 6 കാര്യങ്ങളാണ്. ഒന്ന് വൃത്താകൃതിയിലുള്ള ഭൂമി, വട്ടത്തിലുള്ള ഭൂമി. പിന്നെ ഒന്ന് അർദ്ധചന്ദ്രാകൃതിയിലുള്ള ഭൂമി. ഇത് എന്തുകൊണ്ട് മോശമായി നമുക്ക് പെട്ടെന്ന് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. അതിൽ ബിൽഡിംഗ് ഉണ്ടാക്കാൻ ചെലവ് വളരെ കൂടുതലായിരിക്കും എന്ന് തന്നെയാണ് കാരണം. മൂന്നാമത്തത് 3, 5, 6 എന്നീ കോണുകളുള്ള ഭൂമിയാണ്. പിന്നൊന്ന് ദുർഗന്ധമുള്ള ഭൂമിയാണ്. പിന്നൊന്ന് ശ്മശാന ഭൂമിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു മയ്യത്ത് മറവ് ചെയ്തിട്ടുള്ള സ്ഥലം. പിന്നൊന്ന് നേരത്തെ ഒരുപാട് കാലമായിട്ട് വേസ്റ്റ് ഇട്ടിരുന്ന ഭൂമിയാണ്. ഇതൊക്കെ ശരിക്കും നമ്മൾ തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും അത് എന്തുകൊണ്ടാണ് മോശമായത്, എന്തുകൊണ്ടാണ് അശുഭമായത്, നല്ല ലക്ഷണങ്ങളല്ലാതെ ആയത് എന്നൊക്കെ നമുക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളെ ഉള്ളൂ. പിന്നെ നോക്കേണ്ട പ്രധാനപ്പെട്ട ചില ലക്ഷണങ്ങൾ, അതാണ് 4ാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് മരങ്ങളുമായി ബന്ധപ്പെട്ടതാണ് വീട് നിർമ്മാണത്തിൽ. അതും ഈ ലക്ഷണമായിട്ട് ബന്ധപ്പെട്ട തന്നെയാണ്. പക്ഷെ അതിന് 2 ഉപകാരങ്ങളുണ്ട്. ഒന്ന്, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതിൽ കിട്ടും. രണ്ടാമത്തത് ഒരു ഭൂമിയിൽ അതിലെ മരങ്ങളെ നോക്കി ലക്ഷണങ്ങൾ മനസ്സിലാക്കുന്ന ഒരു രീതിയും അതിന് കിട്ടും. ഇതൊക്കെ നമ്മളെ ഇന്ത്യ പോലത്തെ രാജ്യങ്ങളിലേക്കാണ് പ്രായോഗികമാവുള്ളൂ. മണൽ മാത്രമുള്ള, മരുഭൂമി മാത്രമുള്ള സ്ഥലത്തേക്കൊന്നും പ്രായോഗികമായിക്കൊള്ളണം എന്നുമില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം തുർമുദി, ഇമാം ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹിം എന്നിവരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സൈത്തിനെ കുറിച്ച് പറഞ്ഞൊരു ഹദീസിൽ നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ട പഠനം വരുന്നത്. കുലു സൈത്ത വദ്ദഹിനു ബിഹി ഫഇന്നഹു മിൻ ഷജറത്തിൻ മുബാറക, നിങ്ങൾ സൈത്ത് കഴിക്കുകയും അതുകൊണ്ട് എണ്ണ തേക്കുകയും ചെയ്യുക, തീർച്ചയായും അത് ബറക്കത്താക്കപ്പെട്ട ഒരു മരത്തിൽ നിന്നുള്ളതാണ് എന്ന് പറഞ്ഞ ഹദീസിൽ നിന്നാണ് കിട്ടുക. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിലുണ്ടായ തൂഫാനിന് ശേഷം പിന്നെ ഭൂമിയിൽ മുളച്ച വൃക്ഷമാണ് ഈ പറയപ്പെട്ട സൈത്ത് മരം എന്ന് പറയുന്നുണ്ട്. 70 അമ്പിയാക്കൾ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തിട്ടുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. ഇതുപോലെ ഈത്തപ്പന മരത്തെ കുറിച്ചും ഹദീസുണ്ട്. അക്രിമു അമ്മാതിക്കും അന്നഹ്ല, നിങ്ങളുടെ അമ്മായിയായ, ഇളയമയായ, സഹോദരിയായ, അമ്മ പറഞ്ഞാല് ഇളയമ്മ, അമ്മ പറഞ്ഞാല് അമ്മായിയായ നഖ്ലിനെ, ഈത്തപ്പനയെ നിങ്ങൾ ബഹുമാനിക്കണം. ഈ ഹദീസ് ഖരീദത്തുൽ അജായിബിൽ വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ മൽഊനായ മരങ്ങളെ കുറിച്ചുള്ള പരാമർശമുണ്ട്. وما جعلنا الرؤية التي أريناك إلا فتنة للناس والشجرة الملعونة في القرآن ونخوفهم وما يزيدهم إلا طغيانا كبيرا. ഇസ്രായേലിന്റെ 60-ാമത്തെ ആയത്താണ് ഞാൻ ഉദ്ധരിച്ചത്.
ഇന്ന ഷജറത്തൽ മൽഊനത ഫിൽ ഖുർആനി ഹിയ ഷജറത്തു സഖൂം എന്ന് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഒരു മരം കിട്ടും, മൽഊനായ മരങ്ങൾ എന്നൊരാശയം കിട്ടും. ആദ്യത്തേതിൽ ബറക്കത്തുള്ള മരങ്ങൾ എന്നത് കിട്ടും, രണ്ടാമത്തേതിൽ മൽഊനായ മരങ്ങൾ എന്നത് കിട്ടും. അല്ലാഹു നൂറു സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിഷ്കാതിൻ ഫിഹാ മിസ്ബാഹുൽ മിസ്ബാഹു ഫീ സുജാജ സൂറത്തുൻ നൂറിന്റെ 35-ാമത്തെ ആയത്ത് അതിൽ നിന്നും ബറക്കത്തായ മരങ്ങൾ കിട്ടും. പിന്നെ സൂറത്തുൻ നഹലിന്റെ 11-ാമത്തെ ആയത്തിൽ യുംബിതുലക്കുമുസ്സർഅ വസ്സൈതൂന വന്നഖീല വൽ അനാബ മിൻ കുല്ലി സമറാത്ത് എന്ന ആയത്തിൽ നിന്ന് വമിൻ കുല്ലി സമറാത്ത് എന്നുള്ളിടത്തുനിന്ന് ഫലങ്ങളുള്ളത്, പഴങ്ങളുള്ളത് എന്നീ ആശയങ്ങൾ കിട്ടും. ഇതൊക്കെ കൂടി വെച്ച് നോക്കിയാൽ 3 തരം ലക്ഷണങ്ങളാണ് മരങ്ങളുമായി ബന്ധപ്പെട്ടുള്ളത്. ഒന്ന് ഫലമുള്ളത്, 2 ഫലമില്ലാത്തത്. രണ്ടാമത്തത് പഴമുള്ളത്, പഴമില്ലാത്തത്. ഫലവും പഴവും തമ്മിലുള്ള വ്യത്യാസം അറിയാലോ. ഫലം എന്ന് പറഞ്ഞാൽ ഇപ്പൊ മുരിങ്ങന്റെ ഇല എന്ന് പറയുന്നത് ഫലമാണ്. കുരുമുളകിന്റെ വള്ളി വന്ന് കുരുമുളക് ഫലമാണ്, പക്ഷെ അത് പഴമല്ലല്ലോ. അതാണ് ഫലവും പഴവും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഒന്ന് ഫലമുള്ളത്, ഫലമില്ലാത്തത്. 2 പഴമുള്ളത്, പഴമില്ലാത്തത്. 3 ബറക്കത്തുള്ളത്, ബറക്കത്തില്ലാത്തത്. ഇങ്ങനെ മരങ്ങൾ 3 ഐറ്റമാണെന്ന് കിട്ടും. അപ്പൊ ഫലമുള്ള മരങ്ങൾ നിൽക്കുന്ന അത് നല്ല ലക്ഷണം, ഫലമില്ലാത്ത മരങ്ങൾ നിൽക്കുന്നത് നല്ലതല്ലാത്ത ലക്ഷണം. ബറക്കത്തുള്ള മരങ്ങൾ നിൽക്കുന്നത്, ഇത് പിന്നെ വേറൊന്നും ചെയ്യാൻ വേണ്ടി പറ്റൂട്ടോ. ഈ മരങ്ങൾ കുഴിച്ചിട്ടിട്ട് അത് നേരായി വരുന്നുണ്ടോ എന്ന് നോക്കാൻ പറ്റും. ഭൂമി വാങ്ങിയിട്ട് ഗൾഫിൽ പോയിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ ഒരു ഫലമുള്ള നല്ലൊരു മരം അല്ലെങ്കിൽ ഒരു പഴം ഉണ്ടാവുന്ന ഒരു മരം കുഴിച്ചിട്ട് നോക്കിയാലോ നമുക്കിത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എന്നതുപോലെ ബറക്കത്തുള്ളത്, ബറക്കത്തില്ലാത്തത്. ഇങ്ങനെ മരങ്ങളെ 3 തിരിച്ചിരിക്കുന്നു. ഇതാണ് അതുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ നോക്കുന്നത്. പിന്നെ മരങ്ങളെ വീണ്ടും 5 വിഭജിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട അധികം കാര്യങ്ങൾ ഉണ്ട്. മൊത്തത്തിൽ മരം നോക്കിയിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞത് ഇതാണ്, ഈ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ ഞാന് ഇപ്പോ ഒന്ന് വീട് നിർമ്മാണത്തിന്റെ പണത്തെ കുറിച്ചാണ് സംസാരിച്ചത്. രണ്ടാമത്തേത് അതിന് സ്ഥലം കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് സംസാരിച്ചത്. മൂന്നാമത്തേത് അത് ഈ രണ്ടാമത്തെ സ്ഥലം കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ ലക്ഷണങ്ങൾ പറഞ്ഞു. ലക്ഷണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ മരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു. ഇനി നമുക്ക് പ്രധാനമായും പറയേണ്ട ഒരു സാധനം അളവുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അളവുകളുമായി ബന്ധപ്പെട്ട് പൊതുവെ ഇന്ന് കുറെ തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നത് അളവുമായി ബന്ധപ്പെട്ടാണ്. ഇൽമുൽ മസാഹ എന്നാണ് അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് ദുറുൽ മൻസൂറിലുണ്ട് 1139. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒരു ഹദീസ് ഷറഹ് മുസ്ലിമിലുണ്ട്. കാന സക്കരിയ അലൈഹിസ്സലാം നജ്ജാറൻ, തീർച്ചയായും സയ്യിദുനാ സക്കരിയ അലൈഹിസ്സലാം ഒരാശാരിയായിരുന്നു എന്ന് പറയുന്ന ഹദീസ്. കാന ആദം അലൈഹിസ്സലാം ഹറാസൻ, ഒക്കാന ഇദ്രീസ് അലൈഹിസ്സലാം ഹയ്യാത്തൻ, ഒക്കാന നൂഹ് അലൈഹിസ്സലാം നജ്ജാറൻ, ഒക്കാന ഹൂദ് അലൈഹിസ്സലാം താജിറൻ, ഒക്കാന ഇബ്രാഹിം അലൈഹിസ്സലാം റായിയൻ, ഒക്കാന ദാവൂദ് അലൈഹിസ്സലാം സുറാഅൻ, ഒക്കാന സുലൈമാൻ അലൈഹിസ്സലാം ഖവ്വാസൻ, ഒക്കാന മൂസ അലൈഹിസ്സലാം അജീറൻ, ഒക്കാന ഈസ അലൈഹിസ്സലാം സയ്യാഹൻ, ഒക്കാന തുടങ്ങി ദീർഘമായ ഹദീസാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന്. അതിൽ നോക്കിയാണ് ഈ ആശാരി കണക്ക് തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇൽമുൽ മസാഹ എന്ന് പറയുന്നത് ഇസ്ലാമികമായി നമ്മൾ കണക്കാക്കുമ്പോൾ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇടക്ക് കട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഒന്ന് ഇസ്ലാമികമായ അളവുകളിൽ പറഞ്ഞിട്ടുള്ളത് ഒന്ന് ദിറാ ആണ്, പിന്നെ ഒന്ന് ഷിബറാണ്. ദിറാ എന്ന് പറഞ്ഞാൽ മുഴാണ്, ഷിബർ എന്ന് പറഞ്ഞാൽ ചാണാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിലാണ് ദിറാവും ഷിബറും പറഞ്ഞിട്ടുള്ളത്. സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കം തജുറുൽ മർഅതു മിൻ ദൈരിഹാ ഖാല ഷിബറ ഖുൽതു ഇദൻ യക്ഷിഫു അൻഹാ ഖാല ദിറാ ലാ തസിദു അലൈഹി എന്ന് പറയുന്ന ഒരു ഹദീസാണ് ഉമ്മു സലമ ബിവിയിൽ നിന്നുള്ളത്. പിന്നെ ഇസ്ലാമിക അളവുകളിൽ രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് ഖദമാണ്. ഖദം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒന്ന് പറയുന്ന ഒരു അടി, കാലിന്റെ ഒരു പാദത്തിന്റെ അളവാണ്
ഖദം. സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹുവിൽ നിന്ന് ഇമാം ബൈഹഖി റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസാണ്. അതിന്റെ അസ്ല് കുന്നാ നുസല്ലി മാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ജുമുഅ എന്ന് തുടങ്ങുന്ന ഹദീസാണ്. പിന്നൊന്ന് ഇസ്ലാമികമായിട്ട് പറഞ്ഞിട്ടുള്ളത് ബാ ആണ്. ബാ എന്ന് പറഞ്ഞത് ഒരു മാറ് എന്നാണ് അതിന്റെ അർത്ഥം. അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസിലാണ് അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇസ്ലാമിക അധ്യാപനങ്ങളിൽ വേറെയുണ്ട്. പിന്നെ ഹദീസിലും ആയത്തിലും ഒക്കെ ഒരുപാടുണ്ട്. അൽ-ഹഖ സൂറത്തിന്റെ 32 മീല് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത സാബഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈനൽ ഖൈലി എന്ന് പറയുന്ന ഹദീസിലുണ്ട്. പിന്നൊന്നുള്ളത് ഫർസഖ് ആണ്. ഫർസഖ് എന്ന് പറഞ്ഞാൽ കാതം എന്നതാണ് അതിന് പറയുന്നത്. ദിറാ എന്ന് പറയുന്നത് 46.375 സെന്റിമീറ്റർ ആണ്. മീൽ എന്ന് പറയുന്നത് 1855 സെന്റിമീറ്റർ ആണ്. ഫർസഖ് എന്ന് പറയുന്നത് 5.563 മീറ്റർ ആണ്. 3 മൈലിനെയാണ് ഒരു ഫർസഖ് എന്ന് പറയുന്നത്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിലാണ് അതുള്ളത്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖറജ മസീറത സലാസത അംയാൽ എന്ന് പറയുന്ന ഹദീസാണത്. ബാക്കി ആവശ്യമുള്ളവർ സെർച്ച് എന്ന് വിചാരിക്കുന്നു. പിന്നെന്നുള്ളത് സബർ ആണ്. അതിനാണ് ചാണ്, ഷിബിറിനാണ് ചാണ് എന്ന് പറയുന്നത്. ഇബ്ൻ ഹിബ്ബാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അതുമായി ബന്ധപ്പെട്ടുണ്ട്. 11.592 സെന്റിമീറ്ററിനെയാണ് ഷിബിർ എന്ന് പറയുന്നത്. പിന്നൊന്നുള്ളത് ഖദം ആണ്. സൂറത്ത് യൂനുസിന്റെ 2-ാമത്തെ ആയത്തിലുണ്ട്. കാൽപാദം എന്നാണ് അതിന്റെ അർത്ഥം. 30.8 സെന്റിമീറ്റർ ആണ് അതിലുള്ളത്. പിന്നൊന്നുള്ളത് മർഹലയാണ്. മർഹലയുടെ മലയാളം കാദം എന്നാണ്. മുസന്നഫ് അബ്ദുർ റസാഖിൽ സല്ലാ ഉമറും ബിന്നാസ് എന്ന് പറയുന്ന ഹദീസിലാണ് അതുമായി ബന്ധപ്പെട്ടുള്ളത്. 24 മൈലിനെയാണ് ഒരു മർഹല എന്ന് പറയുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ബാ ആണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട് 4 മുഴത്തെയാണ് ഒരു ബാ എന്ന് പറയുന്നത്. പിന്നൊന്നുള്ളത് ബരീദയാണ്, 4 ഫർസഖാണ്. അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണ്. പിന്നൊന്നുള്ളത് ഖത്വത്താണ്, 4 ഖദമിനെയാണ് ഒരു ഖത്വത്ത് എന്ന് പറയുന്നത്. അബൂദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അതിലുണ്ട്. പിന്നൊന്നുള്ളത് അൽവത്താണ്, അത് അമ്പെയ്താൽ എത്തുന്ന ദൂരം എന്നാണ് അതിന്റെ അർത്ഥം. 140 മീറ്റർ ആണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. പിന്നൊന്ന് ഖബ്ദത്താണ്, 4 വിരലിനെയാണ്, അതായത് 0.932 സെന്റിമീറ്ററിനെയാണ് ഒരു ഖബ്ലത്ത് എന്ന് പറയും. ഒരു സെന്റിമീറ്റർ, ഒരു വിരൽ എന്ന് പറയുന്നത്. അങ്ങനെ 4 വിരലാണ് ഒരു ഖബ്ലത്ത്. പിന്നെ ഒന്നുള്ള ഇസ്ബ ആണ്. ഇസ്ബ എന്ന് പറയുന്നത് ഒരു മുഴത്തിന്റെ 24-ൽ 1-നെയാണ്. 1.932 സെന്റിമീറ്റർ ആണ് അത്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അൽ മക്കായിലു വൽ മവാസീൻ അശ്ശറഇയ്യ എന്ന് പറയുന്ന അലി ജുമയുടെ ഗ്രന്ഥത്തിൽ നിന്നാണ് ഞാൻ ഉദ്ധരിച്ചിട്ടുള്ളത്. ഇനിയും ധാരാളം അളവുകൾ ഇസ്ലാമികമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. ദിർഹം എന്നൊക്കെ പറയുന്ന ഒരു ദിർഹമിന്റെ അത്ര എന്നൊക്കെ പറയുന്ന ഒരുപാട് അളവ് ഫിഖ്ഹിലുള്ള അളവുണ്ട്. നിഹായത്തുൽ മുഹ്താജ് 6349 ഫിഖ്ഹിലുള്ള അളവുകളെ കുറിച്ച് പറഞ്ഞതായി കാണും. അത്യാവശ്യമുള്ള കാര്യമില്ലാത്തതുകൊണ്ട് അവിടെ ഞാൻ കട്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അളവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കണം. നമ്മുടെ വീടുമായി ബന്ധപ്പെട്ടുള്ള അളവുകളിലേക്ക് വരുമ്പോൾ അതിൽ പ്രധാനമായും മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങൾ. ഇന്ന് സാധാരണയായി നമ്മൾ ഇങ്ങനെ അളവുകൾ ഒക്കെ കണക്കാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് വിരല്, കോല് എന്നിവയൊക്കെയാണ്. നമ്മളെ ഉപയോഗത്തിലുള്ളത് സെന്റിമീറ്റർ, മീറ്റർ തുടങ്ങിയവയാണ്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ നല്ലതാണ്. ഞാനിങ്ങനെ സ്പീഡിൽ പറഞ്ഞു പോകുമ്പോൾ എത്ര ആൾക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല, എങ്കിലും പറഞ്ഞു പോകണല്ല. അതിൽ പൊതുവെ ഇൽമുൽ മസാഹത്തി വൽ ഔസാൻ എന്നതിന് നമ്മൾ സാധാരണയായി പിന്നെ ഉപയോഗിച്ചു വരുന്ന ഒരു പേരാണ് മാനപ്രമാണം എന്ന് പറയുന്നത്. മാനപ്രമാണം എന്ന് പറഞ്ഞാൽ, മാനം എന്ന് പറഞ്ഞാൽ ഉയരം അല്ലെങ്കിൽ നീളത്തിന്റെ അളവും, പ്രമാണം എന്ന് പറയുന്നത് വീതിയുടെ അളവുമാണ്. പിന്നെ ഒന്നുണ്ട് പരിമാണം എന്ന് പറയുന്നത്, അത് ചുറ്റളവാണ്, വിസ്തൃതിയാണ്. പിന്നെ ഒന്ന് ലംബമാനം എന്ന് പറയുന്നതുണ്ട്, അത് പിന്നെ ചരട് ഉപയോഗിച്ച് പെർപെൻഡിക്കുലർ ഉപയോഗിച്ചിട്ടുള്ള തൂക്കും ചരടൊക്കെ ഉപയോഗിച്ചിട്ടുള്ള അളവാണ്. പിന്നൊന്നുള്ളത് 5-ാമത്തേത് ഉന്മാനം എന്ന് പറയുന്നതാണ്, അത് കനത്തിന്റെ അളവാണ്. പിന്നെ 6-ാമത്തേത് ഉപമാനം എന്ന് പറയുന്നതാണ്, അത് അകലത്തിന്റെ അളവാണ്. അപ്പൊ മാനം എന്ന് പറഞ്ഞാൽ അളവ് എന്നാണ് അർത്ഥം. ചില പേരുകളും അവയുടെ അർത്ഥവും അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. ഇപ്പോ വാസ്തുശാസ്ത്രം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തോ ഹലാക്കിന്റെ ഔലങ്ങഞ്ഞാണെന്ന് തോന്നും. സത്യത്തിൽ വാസ്തു എന്ന് പറഞ്ഞാൽ വസ്തു തന്നെയാണ്. വസ്തു വാങ്ങുക നമ്മൾ പറയല്ലോ, ഭൂമി വസ്തുവിൽ നിർമ്മാണ പ്രവർത്തനങ്ങളോ പ്ലാനിങ്ങോ നടന്നാൽ അതിന് പറയുന്ന പേരാണ് വാസ്തു.
എന്ന്, അല്ലാതെ അത് വേറെന്തോ ഒരു സാധനമല്ല. അപ്പൊ ചില വാക്കുകളും അതിന്റെ അർത്ഥവും മനസ്സിലാക്കിയില്ലെങ്കിൽ ഇതെന്തോ വലിയ പ്രശ്നമാണ് എന്ന് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കൽ ആവശ്യമാണ് എന്നതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, കോല് എന്ന് പറഞ്ഞാൽ എന്താണ്, വിരല് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ്. ഒരു കോല് എന്ന് പറഞ്ഞാൽ 72 സെന്റിമീറ്റർ ആണ്. ഒരു വിരല് എന്ന് പറഞ്ഞാൽ 3 സെന്റിമീറ്റർ ആണ്. 8 വിരൽ അഥവാ 24 സെന്റിമീറ്റർ, ഇതിനെയാണ് 24 സെന്റിമീറ്റർ ഒരു വിരൽ എന്ന് പറഞ്ഞാൽ 3 സെന്റിമീറ്റർ ഞാൻ പറഞ്ഞു. ഒരു കോല് എന്ന് പറഞ്ഞാൽ 72 സെന്റിമീറ്റർ. 24 വിരലിനെയാണ് ഒരു കോൽ എന്ന് പറയുന്നത്. അപ്പൊ 24 × 3 = 72 എന്ന് കിട്ടും. അതാണ് സംഗതി. അപ്പോ ഇതാണ് ഇപ്പൊ സത്യത്തിൽ നമുക്ക് ഈ വീടുമായി ബന്ധപ്പെട്ട അളവിൽ പ്രധാനമായും വരുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഇതാണ്. അതിൽ ഈ അങ്കുലം പറഞ്ഞത് ശരിക്കും വിരലിന്റെ മറ്റൊരു പേരാണ്. അപ്പൊ ഒരു അങ്കുലം എന്ന് പറഞ്ഞാൽ 3 സെന്റിമീറ്റർ, 8 അങ്കുലം എന്ന് പറഞ്ഞാൽ 24 സെന്റിമീറ്റർ. ഒരു കോൽ എന്ന് പറഞ്ഞാൽ 72 സെന്റിമീറ്റർ. 24 × 3 = 72. അപ്പോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി നോക്കേണ്ടി വരും. സെന്റിമീറ്ററിന് കോലിലേക്ക് അങ്ങോട്ടും, കോലിനെ സെന്റിമീറ്റർക്ക് ഇങ്ങോട്ടും, വിരലിലേക്ക് അങ്ങോട്ടും, വിരലിൽ നിന്ന് ഇങ്ങോട്ടും ഒക്കെ ആക്കി നോക്കി മനസ്സിലാക്കിയാലേ ഈ കാര്യം വളരെ വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോ അളവുകളിൽ ഒന്ന് നോക്കേണ്ടത്, നമ്മൾ ലക്ഷണങ്ങൾ നോക്കാൻ വേണ്ടി അളവിനെ ഉപയോഗിക്കും. ഒരു വീട്, ആ വീടിന്റെ ലക്ഷണം നോക്കാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തും. അതെങ്ങനെ ഉപയോഗപ്പെടുത്തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിലുള്ളത് ഇപ്പൊ പറയാം. ഇതാണ്, ഇതിനൊക്കെ അടിസ്ഥാനങ്ങളുണ്ട്. അബൂദാവൂദ് റളിയല്ലാഹു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഇന്നമ ശൂമു ഫീ സലാസത്തിൻ ഫിൽ ഫറസി വൽ മർഅതി വദ്ദാരി. 3 കാര്യങ്ങളിലാണ് ലക്ഷണങ്ങൾ, ശുഭലക്ഷണങ്ങൾ, അപലക്ഷണങ്ങൾ എന്നിവയെ നോക്കേണ്ടത്. 1 കുതിരയിലാണ്, 2 സ്ത്രീയിലാണ്, 3 വീടിലാണ്. മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. ഖാല നബിയു വ ഇന്നദ്ദാർ ഖദ് ജഅലല്ലാഹു തആല സക്കനഹ സബബൻ ലിദ്ദററി എന്ന് പറഞ്ഞിട്ടുണ്ട്. കമ്മിൻ ദാരിൻ സക്കനഹ നാസുൻ ഫഹലകു എന്ന് അബൂദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം പറഞ്ഞ ഹദീസ് മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. ഈ ഹദീസിൽ നിന്നാണ് വീടിന്റെ ലക്ഷണങ്ങൾ നോക്കുക എന്നൊരാശയത്തിലേക്ക് എത്തുന്നത്. ലക്ഷണം നോക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വീടിന്റെ അളവ് നോക്കുക എന്ന് പറയുന്നത്. ഇതിന് സാധാരണ നമ്മൾ ചുറ്റളവ് കാണുക എന്നൊക്കെ പറയും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ള ഒരു ഹദീസ് നമുക്കൊക്കെ അറിയും. നിസ്കാരത്തിന്റെ ശേഷം 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 33 അല്ലാഹു അക്ബർ. അതായത് ഇത് ഞങ്ങൾക്ക് വേഗം മനസ്സിലാകുന്ന രൂപത്തിൽ പറയാം. നല്ല അളവ് എന്ന് പറയുന്നത് നല്ലതിന്റെ അളവിനെയാണ്. എന്തിനൊരു കണക്കുവാണല്ലോ, എല്ലാ കാര്യങ്ങൾക്കും ഒരു കണക്കുണ്ടാണ്. സയ്യിദന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് മുബാറക്കാണല്ലോ. സയ്യിദന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല കഅബ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു. അള്ളാഹുവിനോട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എവിടെയാണ് ഉണ്ടാക്കേണ്ടത്, അതിന്റെ വലുപ്പം എത്രയാണ് തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചു. ഒരു ദിവസം ഉച്ച സമയത്ത് ഒരു മേഘം പ്രത്യക്ഷപ്പെടും, അതിന്റെ കണക്ക് നോക്കിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഉച്ച സമയത്ത് ഒരു മേഘം വരികയും നീളവും വീതി എന്നിവയെല്ലാം നിർണ്ണയിക്കുകയും ചെയ്തു. താരിഖ് ഇബ്രാഹിമിൽ ഈ വിഷയം വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്നാണ് ഒരു കണക്ക് നോക്കണം എന്നത് വരുന്നത്. ഈ കണക്ക് നോക്കണം എന്ന് വന്നാൽ പിന്നെ രണ്ടാമത് വരുന്നതാണ് ഏതാണ് നല്ല കണക്ക്, ഏതാണ് ചീത്തയായ കണക്ക്. നല്ലതിന്റെ കണക്കിനെയാണ് നല്ല കണക്ക് എന്ന് പറയുന്നത്. എന്തായാലും ഒരു കണക്കിനോട് ഒപ്പിക്കണം. അപ്പൊ നല്ലതിന്റെ കണക്കിനോട് ഒപ്പിക്കണം. 4 ഒപ്പിക്കുന്ന രീതിയുണ്ട്, 33 ഒപ്പിക്കുന്ന രീതിയുണ്ട്. അങ്ങനെ പലതരം രീതികളും കണക്കൊപ്പിക്കുന്നതിന് യഥാർത്ഥത്തിൽ ഉണ്ട്. ഇതിൽപ്പെട്ട ഒരു കാര്യമാണ് ഈ ചുറ്റളവ് എന്ന് പറയുന്നത്. ഈ ചുറ്റളവില് പ്രധാനമായും ഇപ്പൊ ചെയ്യുന്നത് എന്താ വെച്ചാല് കുറെ കാര്യങ്ങൾ അതിലുണ്ടെങ്കിലും വീടിന് വയസ്സ് കണക്കാക്കുന്ന ഒരു രീതിയുണ്ട്. അതൊന്ന് അറിഞ്ഞിരുന്നാൽ നന്നാവും തോന്നുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ഇതിന്റെ ഒരു അവസാനം ഇതൊന്നും നോക്കിയില്ലെങ്കിൽ ഇപ്പൊ എന്താ ഉണ്ടാകുക എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവ് ഒന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ്. അതേ സമയത്ത് ഒരു കണക്ക് വേണ്ടേ, അതൊരു നല്ല കണക്കായിരിക്കണ്ടേ, അതൊക്കെ ശരിയാണല്ലോ.
എന്തെങ്കിലും ഒരു കണക്ക് വേണ്ടേ? കണക്കില്ലാതെ ഇപ്പൊ എങ്ങനെ ഉണ്ടാക്കുക എന്ന വിഷയങ്ങളൊക്കെ ഏതായാലും ഉണ്ടല്ലോ. ഇവിടെ സാധാരണ വയസ്സ് കണക്കാക്കുക എന്ന് പറഞ്ഞാല് ഇങ്ങനെ പറയാം, കോല് വിരലിലേക്ക് മാറ്റിയ ചുറ്റളവിനെ, അതായത് കോല് വിരലിലാക്കുക എന്ന് പറഞ്ഞാല് മൊത്തത്തിലുള്ള സെന്റിമീറ്റർ, മൊത്തം അളവിനെ, വീടിന്റെ ചുറ്റുമുള്ള അളവിനെ കോല് കഴിച്ച് ബാക്കിയുള്ളത് വിരല് അതിലേക്കാക്കി മാറ്റണം. അപ്പൊ മൊത്തം സെന്റിമീറ്ററിനെ 72 കൊണ്ട് ഹരിച്ചാൽ കോല് കിട്ടും. കോല് കഴിഞ്ഞ് ബാക്കിയുള്ള ശിഷ്ടത്തെ 3 കൊണ്ട് ഹരിച്ചാൽ വിരല് കിട്ടും. അങ്ങനെയാണ് ഈ കോലും വിരലും ഉണ്ടാക്കുക. അതാണ് ഈ കോല്, വിരല് എന്നിവയിലേക്ക് ആക്കി മാറ്റിയ ചുറ്റളവിനെ 8 കൊണ്ട് ഗുണിച്ച് 27 ഹരിച്ചാൽ കിട്ടുന്ന ഹരണഫലത്തെയാണ് ഈ അളവിന്റെ അല്ലെങ്കിൽ ഈ വീടിന്റെ വയസ്സ് എന്ന് പറയുന്നത്. ശിഷ്ടമാണ് നോക്കുന്നത് കേട്ടോ, അല്ല ഹരണഫലമാണ് നോക്കുന്നത്. ഹരണഫലം 5-ൽ കൂടുതൽ വന്നാൽ അതിനെ വീണ്ടും 5 വരെ ഹരിക്കണം. അങ്ങനെ 5 കിട്ടിക്കഴിഞ്ഞാൽ 1 വന്നതിനെ ബാല്യമെന്നും, 2 വന്നതിനെ കൗമാരമെന്നും, 3 വന്നതിനെ യൗവനമെന്നും, 4 വന്നതിനെ വാർദ്ധക്യമെന്നും, 5 വന്നതിനെ മരണം എന്നും പറയുന്ന ഒരു ലക്ഷണം നോക്കുന്ന രീതിയെയാണ് വീടിന്റെ വയസ്സ് കണക്കാക്കുക എന്ന് പറയുന്നത്. ഇതൊരു ലക്ഷണമാണ്, വീടിന്റെ ഒരു ലക്ഷണം. അപ്പൊ ഇങ്ങനെയുള്ള പലതരം ലക്ഷണങ്ങൾ നോക്കലുണ്ട്. അതിൽപ്പെട്ട ഒരു ലക്ഷണം നോക്കലാണ് ഈ ചുറ്റളവ് നോക്കുക എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു ലക്ഷണം നോക്കലുണ്ട്, അത് വീടിന്റെ ആയവും വ്യയവും കാണുക എന്നുള്ളതാണ്. എല്ലാ സാധനങ്ങൾക്കും ആയവും വ്യയവും ഉണ്ടല്ലോ, ഒരു വരവും ചെലവും ഉണ്ടാവുമല്ലോ. അപ്പൊ വീടിന് ഒരു വരവും ചെലവും കണക്കാക്കുന്ന രീതിയുണ്ട്. ഇതൊക്കെ എന്താ വെച്ചാൽ ഇപ്പൊ നമ്മള് ദാരിദ്ര്യം എന്തായാലും എല്ലാവർക്കും ഭയമുള്ള ഒരു കാര്യമാണല്ലോ. അപ്പൊ ദാരിദ്ര്യം വരുമെന്ന് തോന്നുന്ന എല്ലാ സംഗതികളെയും നമ്മൾ ഒഴിവാക്കണം. കാരണം അത്രത്തോളം കാതൽ ഫക്രു അയ്യക്കൂന കുഫ്ര എന്നാണ്, ദാരിദ്ര്യം കാഫിറാക്കാൻ വരെ പോകുന്നതാകും എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദാരിദ്ര്യം വരുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ ഇബ്നു സുലൈമാൻ റളിയല്ലാഹു അൻഹു തന്റെ ബൈത്ത് കിതാബിൽ ദാരിദ്ര്യം വരുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കൂട്ടത്തിൽ നോക്കേണ്ട കാര്യങ്ങളാണ്. വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവാൻ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായി ഇയാനത്ത് 3-ാം വള്യം 572-ാമത്തെ പേജിലുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസ് അതിൽ പറഞ്ഞിട്ടുണ്ട്. തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൂട്ടത്തിൽ പറയാം. അപ്പോൾ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് വീടിന് ഒരു വരവ് ചെലവ് കണക്കാക്കുന്ന രീതിയുണ്ട്. ഇത് ഭാരതീയമായ രീതിയിലാണ് അധികവും കണ്ടിട്ടുള്ളത്. പക്ഷെ അതൊരു രീതിയാണ്, പിന്നെ വീടിന്റെ ഒരു ലക്ഷണം നോക്കുന്ന ഒരു രീതിയാണ്. നമ്മൾ ഏതായാലും കുറെ കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഈ വിഷയം പരിഗണിക്കുന്നതിന് വിരോധമൊന്നുമില്ല. ഇതിൽ ശിർക്കായിട്ട് ബന്ധമൊന്നും യഥാർത്ഥത്തിൽ ഇല്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു ലക്ഷണം നോക്കുന്ന രീതി ആയതുകൊണ്ട് ശുഭലക്ഷണങ്ങൾ, നല്ല ലക്ഷണം നോക്കുക എന്ന് പറഞ്ഞത് ഉണ്ടല്ലോ. ശരിക്ക് മോശപ്പെട്ട ലക്ഷണം നോക്കണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് വെള്ളിയാഴ്ച നല്ല ദിവസമാണ് എന്ന് പറഞ്ഞതിന് ശനിയാഴ്ച ആകാത്ത ദിവസമാണെന്ന് അർത്ഥം വെക്കണ്ടാന്ന്. ഗൾഫിക്ക് പോവാൻ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ടിക്കറ്റ് ഉണ്ട്, എന്നാ പിന്നെ തിങ്കളാഴ്ച ആയിക്കോട്ടെ, നല്ല ദിവസമല്ലേ. ചൊവ്വാഴ്ചയെ ടിക്കറ്റ് ഉള്ളൂ വെച്ചാൽ എന്നാ പിന്നെ ചൊവ്വാഴ്ച തന്നെ ആയിക്കോട്ടെ എന്ന് വെക്കാം. അപ്പൊ ഏതായാലും നമ്മൾ നോക്കുന്ന സമയത്ത് കുറെ ലക്ഷണങ്ങൾ നോക്കുമ്പോൾ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നുണ്ട് വീടിന്റെ വരവ് ചെലവ്. ആയം എന്ന് പറയുന്നത് വരവിനെയും വ്യയം എന്ന് പറയുന്നത് ചെലവിനെയും സൂചിപ്പിക്കുന്നതാണ്. കോല്, വിരല് എന്നിവയിലേക്ക് ആക്കി മാറ്റിയ ചുറ്റളവിനെ 8 കൊണ്ട് ഗുണിച്ച് 12-ൽ ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം, നേരത്തെ പറഞ്ഞുകൊടുത്ത് ഹരണഫലാണ് കേട്ടോ, ഇപ്പൊ പറഞ്ഞുകൊടുത്ത് ശിഷ്ടമാണ്. അതിനെ ആയം അഥവാ വീടിന്റെ വരവായിട്ടും കോല്, വിരല് എന്നിവയിലേക്ക് ആക്കി മാറ്റിയ ചുറ്റളവിനെ 3 കൊണ്ട് ഗുണിച്ച് 14-ൽ ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടത്തെ വീടിന്റെ ചെലവായും കണക്കാക്കുന്നതാണ് ആയം വ്യയം കാണുക എന്ന ലക്ഷണം നോക്കുന്ന രീതി എന്ന് മനസ്സിലാക്കുക. ഇനി പറയേണ്ട 5-ാമത്തെ ഒരു കാര്യം ദിക്കുകളുടെ പ്രാധാന്യത്തെ കുറിച്ചാണ്. ദിക്കുകൾക്ക് പല പ്രാധാന്യങ്ങളും ഉണ്ട്. അതായത് ഈ ദിക്കുകളുടെ പ്രാധാന്യം എന്ന് പറയുന്നത് 3 വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഒന്ന് പിന്നെ വായുവിന്റെ സഞ്ചാരം, രണ്ടാമത്തേത് വെള്ളത്തിന്റെ സഞ്ചാരം, മൂന്നാമത്തേത് ഊർജത്തിന്റെ സഞ്ചാരം. ഇങ്ങനെ 3 സഞ്ചാരങ്ങളെ അടയാളപ്പെടുത്തിയാണ് 3 സഞ്ചാരങ്ങളെ നോക്കിയിട്ടാണ് ഇത് കണക്കാക്കുന്നത്.
പിന്നെ അൻ അബീ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലൻ ഫമറ ബി ഫദഅനി സുമ്മ മറ ബി ഉമർ എന്നൊക്കെ പറയുന്ന ദീർഘമായ ഒരു ഹദീസ്. പിന്നെ അൻസാരിയായ ഒരു വീട്ടിലേക്ക് എല്ലാവരും കൂടിയും പോയി. അവിടെ നിന്ന് കുറച്ച് ഭക്ഷണം കിട്ടും. ആ ഭക്ഷണം കഴിച്ചു. അങ്ങനെ അതിന് ശേഷം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പറഞ്ഞു, അല യാ റസൂലല്ലാഹ് ഇന്ന ലമസ്ഊലൂന അൻ ഹാദാ യൗമൽ ഖിയാമ. നമുക്ക് ഇത്രയും പ്രയാസപ്പെട്ട് കിട്ടിയ ഈ സാധനത്തിലും അള്ളാഹുവിന്റെ ഹിസാബിന് നേരിടേണ്ടി വരുമോ? ദീർഘമായ ഹദീസാണ്, ഞാൻ കട്ട് ചെയ്ത് പറയാണ്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, അതെ, നേരിടേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് 3 കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണ്. ഒന്ന്, ഔറത്ത് മറക്കാനുള്ള ഒരു വസ്ത്രം, അതൊരു മനുഷ്യന്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. രണ്ടാമത്തേത്, വിശപ്പ് അടക്കാനുള്ള ഒരു പത്തിരിയുടെ പൊട്ട്, അതും മനുഷ്യന്റെ ഒരു ആവശ്യമാണ്. മൂന്നാമത്തേത്, ചൂടിനെ തൊട്ടും തണുപ്പിനെ തൊട്ടും സംരക്ഷിക്കുന്ന ഒരു വീട് എന്ന് പറഞ്ഞതിൽ നിന്നാണ് വീട് ചൂട്, തണുപ്പ് എന്നിവയെ തൊട്ട് സംരക്ഷിക്കുന്നതായിരിക്കണം എന്ന ആശയം കിട്ടുന്നത്. എന്നിട്ട് നിങ്ങൾ ഈ ആയത്തോതി ഇതിൻ അനിന്നഈം എന്നതിന് ഓതി. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത വേറെ ഹദീസിൽ, മുതുകിനെ നേരെ നിർത്താൻ ആവശ്യമായ ഭക്ഷണം, വെയിൽ കൊള്ളാതെ താമസിക്കാവുന്ന വീട്, ഔറത്ത് മറക്കാൻ ആവശ്യമായ വസ്ത്രം എന്നിവയല്ലാതെ മനുഷ്യന് യാതൊരു അവകാശവുമില്ല. അതിനേക്കാൾ മുതൽ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് അവൻ വിചാരണ ചെയ്യപ്പെടും എന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ നമുക്ക് വെയിൽ കൊള്ളാതിരിക്കുക എന്ന ഒരു പ്രധാനപ്പെട്ട ആശയം കിട്ടും. ഈ വെയിൽ, അതുപോലെ തണുപ്പ്, ഇതിനാണ് ശരിക്കും ദിക്കുകളെ നോക്കുക എന്ന് പറയുന്ന സാധനം ഉള്ളത്. ഈ ദിക്കുകൾ എന്ന് പറയുമ്പോൾ 9 പ്രധാനപ്പെട്ട ദിക്കുകളെയാണ് വീടുകൾക്ക് കണക്കാക്കിയിട്ടുള്ളത്. എല്ലാവരും മനസ്സിലാക്കിയതുപോലെ തന്നെ 1 വടക്ക് പടിഞ്ഞാറാണ്, 2 വടക്കാണ്, 3 വടക്ക് കിഴക്കാണ്, 4 കിഴക്കാണ്, 5 തെക്ക് കിഴക്കാണ്, 6 തെക്കാണ്, 7 തെക്ക് പടിഞ്ഞാറാണ്, 8 പടിഞ്ഞാറാണ്, 9ാമത്തേത് മധ്യഭാഗമാണ്. ഇങ്ങനെ 9 ഭാഗമാക്കി നിശ്ചയിച്ച് ഈ 9 ഭാഗത്തിൽ വായു എത്രത്തോളം ഉണ്ട് എന്നതും വെള്ളം എത്രത്തോളം ഉണ്ട് എന്നതൊക്കെ കണക്കാക്കുന്ന ഒരു രീതിയാണ് അതിലുള്ളത്. എന്നിട്ട് അതിനനുസരിച്ച് വീടുകളെ ക്രമീകരിക്കുന്നതിനെയാണ് ഈ ദിക്ക് നോക്കുക എന്ന് പറയുന്നത്. ഹലോ, ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം. ഓക്കെ, 2 പ്രധാനപ്പെട്ട സമയത്തിൽ ഒതുങ്ങിയെന്നുകൊണ്ട് ഞാൻ പറയാം. അതായത് ഈ വിഷയം കൂടുതൽ പിന്നെ പഠിക്കണമെന്ന് ആവശ്യമുള്ള ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ആ കാര്യങ്ങൾ പറയുന്നത്. ഒന്ന്, പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില ഗ്രന്ഥങ്ങൾ, ഇസ്ലാമികമായ ഗ്രന്ഥങ്ങൾ ഒന്ന് ജസ്റ്റ് വായിച്ചു പോകാം. ഒന്ന് ഹയാത്തുൽ ഹയവാനുൽ കുബറയാണ്, കമാലുദ്ദീൻ മുഹമ്മദ് ബിൻ മൂസ ദംയരി എന്നവരുടേതാണ്. രണ്ടാമത്തേത് ഖരീജത്തുൽ അജായിബ് ഫരീദത്തുൽ ഖറായിബാണ്, ഉമർ ബിൻ മൻസൂർ ബിൻ മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെയാണ്. മൂന്നാമത്തേത് അജായിബുൽ മഖ്ലൂഖാത്ത് ഖറായിബുൽ മൗജൂദാത്താണ്, സക്കരിയ മുഹമ്മദ് ബിൻ മഹ്മൂദ് അൽ ഖസ്വീനിയുടേതാണ്. നാലാമത്തേത് ഇൽമുർ റിയാസ എന്ന് പറയുന്ന ബാനി ഹസ്രത്തിന്റെ ഒരു ഗ്രന്ഥം. അഞ്ചാമത്തേത് തുഹ്ഫത്തുൽ അൻലാർ ആണ്, മുഹമ്മദുൽ അഫന്ദിയുടേതാണ്. 6 തുഹ്ഫത്തുൻ നല്ലാർ ആണ്, അത് ഖാദി അബൂബക്കർ അൽ ബഗ്ദാദിയുടേതാണ്. അൽ അർളു വൽ മിയാഹ് വൽ ജിബാലു വൽ ബിഹാർ എന്ന് പറയുന്ന അബൂ ഉസ്മാൻ നഹ്വിയുടെ ഒരു ഗ്രന്ഥമുണ്ട്. 8ാമത്തേത് തസ്യൂ തൂലി വൽ അർദിൽ മസാക്കിൻ എന്ന് പറയുന്ന മുഹമ്മദ് ബിൻ അഹമ്മദ് അൽ ബറൂനിയുടെ ഒരു ഗ്രന്ഥമുണ്ട്, അത് പ്രധാനപ്പെട്ട ഒരു റെഫറൻസ് ആണ്. 9ാമത്തേത് മനാസിലുൽ അർള് ദാത്തു തൂലി വൽ അർള് എന്ന് പറയുന്നതാണ്, പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. കിതാബുൽ ഹന്തസ എന്ന് പറയുന്ന മുഹമ്മദ് ബിൻ അഹമ്മദ് അൽ ബറൂനിയുടെ ഒരു ഗ്രന്ഥമുണ്ട്. അത്തായിയ എന്ന് പറയുന്ന ഒരു ബൈത്ത് കിതാബ് അബൂ മുഹമ്മദ് അൽ ഖസ്വീനിയുടെ ഉണ്ട്. വജ്ഹുൽ അർള് എന്ന് പറയുന്ന ഇമാം നസഫിയുടെ ഒരു ഗ്രന്ഥം ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. സിറുൽ മക്തൂം എന്ന് പറയുന്ന ഇമാം റാസിയുടെ ഒരു ഗ്രന്ഥമുണ്ട്. അംബാത്തുൽ മിയാഉൽ ഖഫിയ എന്ന് പറയുന്ന അബൂബക്കർ മുഹമ്മദ് ബിൻ അൽ ഹസൻ അൽ ഹാസിബുൽ കർഹിയുടെ ഒരു ഗ്രന്ഥമുണ്ട്. ഈ ഹാസിബുൽ കർഹി ഭൂമിശാസ്ത്രപരമായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ധാരാളം ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ്. പക്ഷെ മഹാനവറുകളുടെ പല ഗ്രന്ഥങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട്, ചിലതേ ഇന്ന് ലഭ്യമാവുള്ളൂ. മത്താലി എന്ന് പറയുന്ന ഇമാം റാസിയുടെ ഒരു ഗ്രന്ഥമുണ്ട്. അത്തായിയത്ത് ഫി സിഫത്തുൽ അർള് എന്ന് പറയുന്ന ഇബ്നു സഖാ ഇബ്രാഹിം മുഹമ്മദ് എന്നൊരു ഗ്രന്ഥമുണ്ട്. അൽ ആയാത്തുൽ ബയ്യിനാത്ത് ഫി ഖറായിബിൽ അർള് എന്ന് പറയുന്ന ഷംസുദ്ദീൻ മുഹമ്മദ് ബിൻ മുഹമ്മദ് സാലിഹി എന്നവരുടെ ഒരു ഗ്രന്ഥമുണ്ട്. സൂറത്തുൽ അർള് അബുൽ ഖാസിം ഹൗക്കൽ എന്നവരുടേതുണ്ട്. കിതാബുൽ ഫുത്തൂർ എന്ന് പറയുന്ന ഇബ്നുൽ മഅ്മാർ അൽ ബഗ്ദാദിയുടെ ഉണ്ട്. ഖുലാസത്തുൽ അഫ്കാർ ഫി ഫന്നിൽ മഅ്മാർ എന്ന് പറയുന്ന
മുഹമ്മദ് അൽ അഫന്ദിയുടെ കിതാബുണ്ട്. 21-ാമത്തേത് കിതാബും ഫി അമലിൽ മുസത്തറ എന്ന് പറയുന്ന അബുൽ വഫായുടെ ഗ്രന്ഥമുണ്ട്. അസ്സുആലു വൽ ജവാബ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ബാനി ഹസ്രത്തിന്റെ ഉണ്ട്. തദ്കിറത്തുൽ അൽബാബ് അഹ്മദുൽ ബഗ്ദാദി, അഹ്കാമുൽ മർജാൻ ഫി അഹ്കാമിൽ ജാൻ എന്ന് പറയുന്ന മുഹമ്മദ് അബ്ദുല്ലാഹി ഷിബിലി. ഇതിൽ ഒരുപാട് ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങളിലെ പല വിഷയങ്ങളും ഈ അഹ്കാമുൽ മർജാൻ പറഞ്ഞിട്ടുള്ളത്. മുഹമ്മദ് അബ്ദുല്ലാഹി ഷിബിലി അൽ ഹനഫി മദ്ഹബുകാരനാണ് അദ്ദേഹം, അതിലാണുള്ളത്. അൽ മഫ്സൽ ഫി താരീഖ് അൽ അറബ് ഖബലുൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം, മദീനത്തുൽ ഉലൂം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം, അൽ ഹാവി അൽ കുബ്ര എന്ന മാവറദിയുടെ, അബ്ജദുൽ ഉലൂം സുദ്ദീഖ് ഇബ്ൻ ഹസൻ അൽ ഫുനൂജി എന്നവരുടെ, അൽ ഖനൂജി എന്നവരുടെ, അൽ മവായിദ് വൽ ഇഅ്തിബാർ എന്ന ഇമാം മഖ്ബരിയുടെ ഗ്രന്ഥം, മുഖ്തസർ കിതാബുൽ ബുൽദാൻ ഇബ്നുൽ ഫഖീഹിന്റെ അഹ്സനു തഖാസീം ഫി മാരിഫത്തിൽ അക്കാലീം എന്ന് പറയുന്ന ഗ്രന്ഥം, റിസാലത്തും ഫി അലാഖത്തി റിയാള എന്ന് പറയുന്ന ഗ്രന്ഥം, മുഖ്തസർ കിതാബുൽ ബുൽദാൻ എന്ന് പറയുന്ന ഗ്രന്ഥം, കിതാബും ഫി ഹിസാബിൽ ഹിന്ദ് എന്ന് പറയുന്ന ഗ്രന്ഥം, കിതാബ് നവാദിറുൽ അഷ്കാൽ എന്ന് പറയുന്ന, ജവാനിബുൽ ഹലാരിയ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം, കിതാബുൽ മുഹീത്ത് ഫിൽ ഹിസാബ് എന്ന് പറയുന്ന അബൂബക്കർ മുഹമ്മദുൽ കർഹിയുടെയാണ്, നല്ല കിതാബാണത്. കിതാബ് ഉഖൂദുൽ അബ്നിയ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം, അൽ ഫന്നുൽ മിമാരി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം, അൽ ഇമാറത്തുൽ ഇസ്ലാമിയത്ത് ഫി മിസ്ർ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം, താജുൽ മുലൂക്ക് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം. വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഈ താജുൽ മുലൂക്ക്. മുഹമ്മദ് ബിൻ ഹാജ അൽ കബീർ എന്ന് പറയുന്ന അടുക്കളത്തോട്ടം, വീടുമായി ബന്ധപ്പെട്ട കൃഷി തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. മുഹമ്മദുൽ ഖസ്വീനിയുടെ അജായിബുൽ മഖ്ലൂഖാത്ത് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം, കിതാബു ഹൗല ഹഫ്രിൽ ആബാർ എന്ന് പറയുന്ന അബൂബക്കർ മുഹമ്മദുൽ കർഹിയുടെ ഒരു കിതാബ്, അത് വളരെ പ്രധാന, കിണറുമായൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. കിതാബുൽ ഫഖ്രി ഫിൽ ഹിസാബ് എന്ന് പറയുന്ന കണക്കുമായി ബന്ധപ്പെട്ട ഒരു ഗ്രന്ഥം, റിസാലത്തും ഫി മസാഹത്തി ബാദി സുതൂർ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം, റിസാലത്തും ഫി ബുർഹാനിൻ നദരിയാത്ത്, മസാദിറു തലവുസിൽ മാഇൽ ജൗഫിയ എന്ന് പറയുന്ന ഭൂഗർഭ ജലവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് അതിലുള്ളത്. മുഅ്ജമുൽ ബുൽദാൻ എന്ന് പറയുന്ന യാഖൂത്തുൽ മഖർ എന്നവരുടെ ഗ്രന്ഥം, പിന്നെ അത് അൽ ജമാഹിർ ഫി മാരിഫത്തിൽ ജവാഹിർ എന്ന് പറയുന്ന ഏത് കല്ലുകളൊക്കെ ഉപയോഗിക്കാം, കല്ലിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, വീട് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കല്ല്, മണ്ണ് തുടങ്ങിയ കുറിച്ചൊക്കെ അതിൽ പറയുന്നുണ്ട്. അംബാത്തുൽ മിയാൽ ഖഫിയ എന്ന് പറയുന്ന ഹാസിബുൽ കർഹിയുടെ ഒരു ഗ്രന്ഥം വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. ഈ വെള്ളം ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന രീതികളെ കുറിച്ചൊക്കെ അതിൽ പ്രധാനമായും പറയുന്നുണ്ട്. കിതാബുകളുടെ പട്ടിക ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഇനി ഞാൻ പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞത് സൂത്രവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. പലപ്പോഴും തെറ്റിദ്ധാരണ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ്. ഒരു സമയം കഴിഞ്ഞിട്ടുണ്ട്, നമ്മളൊരു 5 മിനിറ്റ് എടുത്ത് അതും കൂടി പറഞ്ഞാലോ? പ്രശ്നമില്ല, 10 മിനിറ്റ് വരെ ആളുകൾക്ക് എപ്പോഴും തെറ്റിദ്ധാരണ ഉണ്ടാവുന്ന ഒരു സാധനമാണ് ഈ സൂത്രവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം. എന്താണ് ഈ സൂത്രം എന്ന് പറഞ്ഞാൽ? സൂത്രം നോക്കുക എന്ന് പറയല്ലേ. അപ്പൊ ഒരുപാട് സൂത്രങ്ങളുണ്ട്. മധ്യസൂത്രം, യമസൂത്രം, കാമസൂത്രം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സൂത്രങ്ങളുണ്ട്. സൂത്രം എന്ന് പറയുന്നത് സൂര്യപ്രകാശം, സൂര്യരശ്മികൾ, ചന്ദ്രപ്രകാശം, വായുസഞ്ചാരം തുടങ്ങിയ മനുഷ്യനെ നേരിട്ട് ബാധിക്കുന്ന പ്രാപഞ്ചിക എനർജി സ്രോതസ്സുകളെ വീട്ടിൽ താമസിക്കുന്നവർക്ക് ലഘൂകരിച്ച് അനുകൂലമാക്കുന്നതിനും അനുകൂലമാകാത്തവ തടഞ്ഞു നിർത്തുന്നതിനും വായു പോലത്തെ വസ്തുക്കൾ അയൽ വീട്ടുകാർക്ക് തടയപ്പെടാതിരിക്കുന്നതിനും വേണ്ടി വീട് നിർമ്മിക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന മാർഗരേഖക്കാണ് സൂത്രമാർഗം എന്ന് പറയുന്നത്. അതായത് സൂര്യപ്രകാശം, സൂര്യരശ്മികൾ, ചന്ദ്രപ്രകാശം, വായു സഞ്ചാരം തുടങ്ങി മനുഷ്യനെ നേരിട്ട് ബാധിക്കുന്ന കുറെ കാര്യങ്ങൾ അനുകൂലമായതിനെ നേർപ്പിച്ച് ഉപയോഗിക്കാനും പ്രതികൂലമായതിനെ തടഞ്ഞു നിർത്താനും വായു പോലത്തെ ആനുകൂല്യങ്ങൾ അടുത്ത വീട്ടുകാർക്ക് തടയപ്പെടാതിരിക്കാനും വേണ്ടി സൂക്ഷിക്കുന്ന ചില മാർഗങ്ങളെയാണ് സൂത്രമാർഗങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂത്രമാണ് മധ്യസൂത്രം എന്ന് പറയുന്നത്. അതായത് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടും പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടുമാണ് നമ്മുടെയൊക്കെ നാടുകളിൽ പ്രധാന വായു സഞ്ചാരമുള്ളത്. കാരണം കടലുള്ളത് പടിഞ്ഞാറ് വശത്താണ്. അതുകൊണ്ട് വായു സഞ്ചാരം എന്ന് പറയുന്നത് പടിഞ്ഞാറ് കിഴക്ക് നേർദിശയിലായിരിക്കും. എല്ലാ പ്രാപഞ്ചിക സഞ്ചാരങ്ങളും ദിശ അനുസരിച്ചാണെന്നാണ് കണക്ക്. അപ്പൊ ഇത് നേർദിശയിൽ കടന്നു പോകാൻ ആവശ്യമായ സംവിധാനങ്ങൾ ചെയ്യാം. ഇപ്പോ നമ്മുടെ ഒരു സാധനത്തെ തെക്ക് വടക്ക് നേരെ ഇങ്ങനെ നിർത്തിക്കഴിഞ്ഞാല് അതിൽ വായുവിന്
പ്രധാനപ്പെട്ട തള്ളിച്ച ഉണ്ടാകുന്നത് കൃത്യമായ മദ്യത്തിലേക്കായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു വീടിനെങ്ങനെ നിർത്തിയാൽ അതിന്റെ കൃത്യമായ ഒരു മദ്യം അടയാളപ്പെടുത്തി ആ മദ്യത്തിലൂടെ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടും കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടും വായു സഞ്ചാരത്തിന് ആവശ്യമായ ഒരു ക്രമീകരണം ചെയ്യുന്നതിനെയാണ് മദ്യസൂത്രം എന്ന് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, എല്ലാവരും സൂക്ഷിക്കേണ്ടതാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ എന്താ ഉണ്ടാകുക? ഉണ്ടാകുക വീട്ടിൽ താമസിക്കുന്നവർക്ക് ആവശ്യമായ വായു കിട്ടാതെ വരും. അങ്ങനെ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും പ്രായമായവർ, കുട്ടികൾ എന്നിവർക്ക് വേഗത്തിൽ മനസ്സിലാകുന്നതും അല്ലാത്തവർക്ക് അത്ര വേഗത്തിൽ മനസ്സിലാകാത്തതുമായ രോഗങ്ങളുടെ സാധ്യതയുണ്ട് എന്നതാണ് സംഭവം. അപ്പൊ അതുകൊണ്ട് ഈ വിഷയം ഒന്ന് മനസ്സിലാക്കിയിട്ട് ഈ മദ്യസൂത്രം എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലാക്കുകയും അത് നമ്മുടെ ക്രമീകരണത്തിൽ ഒന്ന് കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളത് വളരെ ആവശ്യമായ കാര്യമാണ്. ഇനി അത് ഉണ്ടായില്ലെങ്കിൽ എന്താ ചെയ്യുക? പെര പൊളിക്കുക എന്നുള്ളതൊന്നും പ്രായോഗികമല്ല. പ്രായോഗികമായ കുറെ രീതിയുണ്ട്. AC വെച്ചാൽ മതി. അത് ഇന്നത്തെ കാലത്ത് വളരെ പ്രായോഗികമായ ഒരു രീതിയാണ്. കാരണം AC ഇപ്പോൾ വായു ശുദ്ധീകരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതാണ് അതിന്റെ ഒരു പ്രശ്നം. മനസ്സിലാക്കി കഴിഞ്ഞാൽ മതി. വീട്ടിലേക്ക് വായു സഞ്ചാരം കുറയും ഇത് ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ വായു സഞ്ചാരം കിട്ടാൻ ആവശ്യമായ കാര്യം വേറെ ചെയ്താൽ മതി. എന്ന പ്രശ്നമൊന്നുമില്ല. പരിഹാരമാർഗം അതാണ്. അല്ലാതെ പെര മൊത്തം പൊളിക്കേണ്ട ആവശ്യമൊന്നും യഥാർത്ഥത്തിൽ അതിലില്ല. ഇതാണിപ്പോ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ വീട് ഇങ്ങനെ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 2-3 കാര്യങ്ങളാണ് നോക്കുക. ഒന്ന്, അടുക്കള എവിടെയാണ് ഉള്ളത് നോക്കും. അടുക്കളയെ ഏറ്റവും നല്ലത് വടക്ക് കിഴക്ക് മൂലയിൽ അടുക്കള വരലാണ് ഏറ്റവും നല്ലത്. കാരണങ്ങളൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. പ്രധാന കിടപ്പുമുറി ഏറ്റവും വരാൻ നല്ലത് തെക്ക് പടിഞ്ഞാറ് മൂലയിലാണ്. കിണറ്, ടാങ്ക്, സെപ്റ്റിക് ടാങ്ക് തുടങ്ങിയവ ഏറ്റവും വരാൻ നല്ലത് വടക്ക് കിഴക്ക് ഭാഗത്താണ്. കക്കൂസ്, കുളിമുറി എന്നിവ പുറത്ത് നിർമ്മിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. ഭൂമിയുടെ നിരപ്പ് താഴ്ചയൊക്കെ നോക്കുമ്പോൾ വടക്ക് കിഴക്ക് താഴ്ന്നതും തെക്ക് പടിഞ്ഞാറ് ഉയർന്നതുമാണ് ഏറ്റവും നല്ലത്. ഒരു സ്ഥലം, ഒരു വലിയൊരു സ്ഥലം, അതിന് വീടിന്റെ സ്ഥലം നോക്കുമ്പോൾ ഏറ്റവും നല്ല ഒരു സ്ഥലമായിട്ട് തോന്നുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗം. മൊത്തത്തിൽ ഇതിപ്പോ 1 ഏക്കർ സ്ഥലമൊക്കെ ഉണ്ടെങ്കിലേ പ്രായോഗികം ആവുള്ളൂ കേട്ടോ. ഉള്ളതുള്ള മാതിരി പറയാണ് ഞാൻ. പിന്നെ അതുപോലെ വഴി, ഗേറ്റ് എന്നിവയൊക്കെ നോക്കുമ്പോൾ വടക്ക് കിഴക്ക് അതിൻ്റെ ഒരു വടക്ക് ഭാഗത്ത് കൊടുക്കലാണ് ഗേറ്റിൽ ഏറ്റവും നല്ലത്. വീടിന്റെ ആകൃതി നോക്കുമ്പോൾ സമചതുരമാണ് ഏറ്റവും നല്ല ആകൃതി. അതില്ലെങ്കിൽ പിന്നെ ദീർഘചതുരമാണ് ഏറ്റവും നല്ലത്. ഉള്ളിലേക്ക് ഇങ്ങനെ കുഴിഞ്ഞ് നിൽക്കുന്നത് കുറച്ചൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ദീർഘമാകുമ്പോൾ അത് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ വീട് മൊത്തത്തിൽ കോമ്പൗണ്ട് വാൾ ഉണ്ടായിരിക്കുക എന്നത് പൊതുവെ വീടിന് നല്ലൊരു കാര്യമാണ്. പ്രധാന കവാടത്തിന് മുന്നിൽ വൃക്ഷങ്ങൾ, തൂണുകൾ, കിണർ എന്നിവ വരാതിരിക്കുക എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ വളരെ പ്രധാനമായിട്ടും 2 ലക്ഷണങ്ങൾ നോക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഒന്ന്, വീടിന്റെ അളവുമായി ബന്ധപ്പെട്ട ലക്ഷണമാണ്. രണ്ടാമത്തേത് ഞാൻ നേരത്തെ പറഞ്ഞ അതൊരു ഭാരതീയമായ രീതിയാണെങ്കിലും പരിഗണിക്കാമെന്ന് തോന്നുന്നതാണ്. വീടിന്റെ വരവ് ചെലവുകൾ കണക്കാക്കുന്ന ആയം, വ്യയം എന്നിവ കണക്കാക്കുന്ന ഒരു രീതി. ഇത്രയും കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുകൂടെ ശ്രദ്ധയിൽപ്പെടുത്താണ്. സമയത്തിൽ ഒതുങ്ങിയെന്ന് സംസാരിച്ചതാണ്. കേട്ടവർക്കൊക്കെ പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവരും ദുആ ചെയ്യണമെന്ന് പ്രത്യേകമായി വസിയത്ത് ചെയ്യുകയും ചെയ്യുന്നു. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി സയ്യിദിനാ മുഹമ്മദ് വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി മുമ്പ് എന്തെങ്കിലും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഉത്തരം പറയാലോ അല്ലെ? ചോദ്യങ്ങൾ ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മള് ഒരാൾ ചോദിച്ചിട്ട് നമ്മൾ മറുപടി പറഞ്ഞില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ്. അതേ സമയത്ത് ഏത് ചോദ്യമാണെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് അരമണിക്കൂർ എടുക്കാതെ മറുപടി പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു വസ്തുത. അതുകൊണ്ട് ആ സെഷൻ ഒഴിവാക്കാമെന്നാണ് എനിക്ക് അഭിപ്രായം. ഓക്കെ. എന്നാൽ സാധാരണ നമ്മുടെ ഇൻഫോ സീരീസിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് അവസരം കൊടുക്കാറുണ്ട്. അപ്പൊ ഇന്ന് ഏതാനും വിഷയത്തിന്റെ ഒരു ഇത് കൊണ്ടും പിന്നെ അറിയാലോ വലിയൊരു വിഷയമാണ്. അങ്ങനെ സാധാരണ ചെറിയ വിഷയമല്ല. പക്ഷെ പൊതുജനങ്ങൾക്ക് വളരെ അത്യാവശ്യമായതുകൊണ്ടും നിലവിലെ സാഹചര്യങ്ങളിൽ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെയുള്ള ഒരു പൊതു ഒരു വളരെ ലളിതവൽക്കരിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സംസാരിച്ചിട്ടുള്ളത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ സെഷന് നന്ദി ഉറപ്പിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട അനസിനെ ക്ഷണിക്കുന്നു. വീഡിയോയുടെ ഈ ഇൻഫോ സീരീസിലെ റെക്കോർഡ് അവൈലബിൾ ആവുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഒരു 2 ദിവസത്തിനകം നമ്മുടെ യൂട്യൂബ് സമസ്ത ലേണിംഗിന്റെ യൂട്യൂബ്, ഫേസ്ബുക്ക് പേജുകളിൽ ഇതിന്റെ റെക്കോർഡ് വീഡിയോ ലഭ്യമാകുന്നതാണ്. അസ്സലാമു അലൈക്കും. ഇവിടെ ക്ലാസ്സിന് നേതൃത്വം നൽകിയ
ഡോക്ടർ ടി.എം. സാലിം ഫൈസി, അദ്ദേഹത്തിന് എല്ലാവിധ നന്ദിയും സംസ്ഥാനയുടെ പേരിൽ അറിയിക്കുകയാണ്. അതോടുകൂടെ എല്ലാ മാസവും നടന്നു വരുന്ന ഈ ഒരു സെഷന് പൂർണ്ണമായിട്ട് നിങ്ങളുടെ പിന്തുണ ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുപോലെയുള്ള സെഷൻ ഇനിയും വരും മാസങ്ങളിലും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇതിന്റെ റെക്കോർഡ് വീഡിയോ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. സമസ്ത ലേണിംഗ് എന്നുള്ള ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്, അതിൽ ലഭ്യമാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ് നാളെയോ മറ്റന്നാളായിട്ട് ലഭ്യമാവും.